Hello, good afternoon. കേൾക്കാണ്ടല്ലോ എല്ലാവർക്കും? ഓക്കെ, ഫൈൻ. ഓക്കെ, 2 ദിവസം ഒരു ബ്രേക്ക് ആയിരുന്നു. കുറച്ച് വർക്കൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, കുറച്ച് പേര് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, എങ്ങനെയുണ്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണം എല്ലാവർക്കും. കുറച്ച് പേരൊക്കെ എന്നോട് ഡയറക്റ്റ് ഡൗട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ, നോ ഇഷ്യൂസ്. നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും എല്ലാവരും. നിങ്ങൾ അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യുക. മെക്കാനിക്കൽ ആർക്കുള്ള ഒരു ഡ്രോയിങ് കുറച്ച് ഡാറ്റ മിസ്സിംഗ് ഉണ്ട്. ഒരു 36 എന്നുള്ള എൻ്റെ ലെങ്ത്. അപ്പൊ ആരെങ്കിലും ചോദിക്കോ എന്താണോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. കുറച്ച് പേരോട് ചോദിച്ചായിരുന്നു, കുറച്ച് പേര് അപ്ലൈ കണ്ടായിരുന്നു. ഓക്കെ, 36 എന്നുള്ള എൻ്റെ ലെങ്ത്തും ഒരു ചെറിയൊരു ഗ്യാപ്പിന്റെ 2 mm ഉള്ള ഗ്യാപ്പ് മിസ്സിംഗ് ഉണ്ട് അവിടെ ഡാറ്റ. ഓക്കെ, ബാക്കി സിവിൽ ആർക്കുള്ള പ്ലാൻ ആണെങ്കിൽ ഓക്കെ, ആരും വേറെ ചോദിച്ചൊന്നുമില്ല. കുറച്ച് പേർക്ക് ചെയ്തായിരുന്നു, അത് അയച്ചായിരുന്നു. ഓക്കെ, ഫൈൻ. നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് കാണുന്നതിൽ ഏറ്റവും ഹാപ്പിനെസ് തോന്നുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, ഒരു ഫ്രീ സെഷൻ എന്നുള്ള രീതിയിൽ കാണാതെ അതിനെ ഒരു എൻഡിലേക്ക് റിസൾട്ടിലേക്ക് ഓറിയന്റഡ് ആയിട്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യാം. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മള് അങ്ങനെ ഒരു ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തി നിൽക്കുകയായിരുന്നു അല്ലെ ലാസ്റ്റ് ഡേ അല്ലെ? ബ്ലോക്ക് എന്നൊരു കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ബിഗിൻ ചെയ്ത് വെച്ചായിരുന്നു അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്തായിരുന്നു ബ്ലോക്ക് എന്ന കൺസെപ്റ്റ് അല്ലെ? നിങ്ങൾ റിപ്ലൈ ചാറ്റിൽ ഇട്ടോളൂ. ഓക്കെ, റിപ്ലൈ എനിക്ക് ചാറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, ഓക്കെ, ഇവിടെ പാർട്ടിസിപ്പേഷൻ 143. 2 ദിവസം ബ്രേക്ക് വന്നുകൊണ്ടാണോ നിങ്ങൾക്ക് കുറച്ച് പേര് കുറവുണ്ട്? ഓക്കെ, കാണാം. അഖിൽ, അഫ്സൽ, അജിത്, ഓക്കെ, പിന്നെ റാൻഡമായിട്ട് ദീപക്, ദീപ്തി, ഇങ്ങനെ കുറെ പേരെ കാണാനുണ്ട്. ഓക്കെ, ഫൈൻ. ബ്ലോക്ക് ഡെഫിനേഷൻ അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് ഇന്ന് ബ്ലോക്കിന്റെ ഒരു പ്രോപ്പർട്ടീസിലേക്ക് പോവാം. എങ്ങനെ എലമെന്റിനെ ബ്ലോക്ക് ചെയ്യാം നമ്മൾ ലാസ്റ്റ് പറഞ്ഞായിരുന്നു. എങ്കിലും അത് ക്വിക്ക് ആയിട്ട് പറഞ്ഞു പോവാം. ബ്ലോക്ക് എങ്ങനെ ചെയ്യാം, ഒരു ബ്ലോക്ക് ചെയ്ത എലമെന്റിനെ എങ്ങനെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ ഓട്ടോക്കാഡിൽ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് നോർമൽ ബ്ലോക്കും ഉണ്ട്, റൈറ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ആ 2 പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. ദെൻ നമുക്ക് എന്താണ്, നമ്മളൊരു ക്വിക്ക് സെക്ഷൻ ആയിരുന്നു, ഒരുവിധം എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് പ്ലോട്ട് എന്ന് പറഞ്ഞ സമയത്ത് കുറച്ച് ക്വിക്ക് സെലക്ടുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിഞ്ഞിരിക്കേണ്ട ടൂൾസുകൾ ഓട്ടോക്കാഡിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അറിഞ്ഞിരിക്കേണ്ട ടൂൾസുകൾ എന്തൊക്കെയാണെന്ന രീതിയിൽ ഇങ്ങനെ പരിചയപ്പെടുത്തി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. ഓക്കെ, അവിടേക്ക് മെസ്സേജ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ടോപ്പിക് കൂടെ സാർ എനിക്ക് ഇന്ന് വേണം, അല്ലെങ്കിൽ ഇന്ന ടോപ്പിക് ഒന്ന് പറയാമോ, അങ്ങനെ എന്തെങ്കിലും എന്ത് ചെയ്യാം, വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. ഓക്കെ, നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ പയ്യെ വൈൻഡപ്പിലേക്ക് എത്തുകയാണ്. ബ്ലോക്ക് പറയാനുണ്ട് നമുക്ക്. ബ്ലോക്കിന്റെ ഇൻസേർട്ട് പറയാണ്ട് റൈറ്റ് ബ്ലോക്ക് ഉണ്ട്, ക്വിക്ക് സെലക്ട് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്, എക്സ്റഫ് ഉണ്ട്, ദെൻ പ്ലോട്ടിംഗ് ഉണ്ട്. എങ്ങനെ നമുക്ക് പ്ലോട്ട് ചെയ്തൊരു ഫൈനൽ റിസൾട്ടിലേക്ക് എത്താം. ദെൻ ഒരു സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് കൂടെ ഞാൻ കാണിച്ചു തരാം. അതായത് ഒരു എലിവേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സെക്ഷനിലേക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അതിപ്പോ സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ. അതേ കാര്യം തന്നെയാണ് മെക്കാനിക്കലിൽ നമ്മൾ ചെയ്യാല്ലേ. ഞാൻ റേ ലൈൻസ് വെച്ചൊന്ന് ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് കാണിച്ചു തന്നായിരുന്നു. അതേ കൺസെപ്റ്റ് തന്നെ നമുക്കൊന്ന് ഫോളോ ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് എ മൊമെന്റ്. ഓക്കെ, ഞാൻ കുറച്ച് ഫയൽസ് ഇവിടെ ഓപ്പൺ ആക്കി വെക്കാനുണ്ട്. ഓക്കെ, ഓക്കെ, എല്ലാവർക്കും സ്ക്രീൻ കാണാണ്ടെന്നായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാവർക്കും സ്ക്രീൻ കാണാണ്ടോ? ഓട്ടോക്കാഡിന്റെ സ്ക്രീൻ എല്ലാവർക്കും കാണാണ്ടെന്നായിരിക്കും. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ നമ്മള് ലാസ്റ്റ് ഡേയിൽ പറഞ്ഞ ടോപ്പിക് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഓക്കെ, അതേ കൺസെപ്റ്റിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാം, ബ്ലോക്ക് അങ്ങനെ ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കണം. ഓക്കെ, ഞാനൊരു ഫയൽ ഓപ്പൺ ആക്കുന്നുണ്ട്. ലൈവിൽ ഒരു ഡ്രോയിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ബ്ലോക്ക് ചെയ്യുന്നത് എങ്ങനെ, ബ്ലോക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫൈൻ. ഓക്കെ, ഓഡിയോയിലൊന്നും ഇഷ്യൂ ഇല്ലല്ലോ അല്ലെ? ഓഡിയോക്ക് എല്ലാവർക്കും കേൾക്കാമെന്ന് വിചാരിക്കണം. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ ചെയ്തൊരു എലമെന്റ് ഉണ്ട് അല്ലെ? അപ്പൊ ഞാനിവിടെ ഒരു വിൻഡോ അല്ലെങ്കിൽ ഒരു ഡോർ എന്തെങ്കിലും ഒരു എലമെന്റ് ഞാൻ ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഫൈൻ. അപ്പൊ ഞാൻ ഇവിടെ നമ്മൾ ഇതിലൊരു വരച്ചായിരുന്നു, ഇതിലല്ല വരച്ചത്, സേവ് ചെയ്യാൻ വിട്ടുപോയി. ഓക്കെ, ഫൈൻ. പോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു സർക്കിൾ വരച്ച് ഓക്കെ ഒരു അറേ ക്രിയേറ്റ് ചെയ്ത് റെക്ടാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിൻഡോ, ഈ വിൻഡോനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനാണ് ബ്ലോക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ഞാനൊരു റെക്ടാങ്കിൾ എടുത്ത് തന്നെ ചെയ്യുന്നത്. ഓക്കെ, ഒരു പ്രത്യേകിച്ച് സൈസ് ഒന്നും കൊടുക്കാതെ ഞാൻ ചെയ്യാണ്. ഓക്കെ, ഓഫ്സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു 20 mm എന്നുള്ള ഒരു ഓഫ്സെറ്റ് ഇവിടുന്ന് ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ചെറിയൊരു ഓഫ്സെറ്റ് ആയില്ലേ? ഓക്കെ, 200 ആയിക്കോട്ടെ.
ഓഫ്സെറ്റ് 200 ഇതിനുള്ളിലേക്ക് ഓഫ്സെറ്റ് കാണിക്കുന്നു. ഓക്കെ, ജസ്റ്റ് ഒരു വിൻഡോ എന്നൊരു പ്രൊജക്ഷൻ മാത്രം നിങ്ങൾ കരുതിയാൽ മതി. ഞാനൊരു എലമെന്റിനെ ബ്ലോക്ക് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നമുക്കുള്ള ഡയറക്റ്റ് ചെയ്തുള്ള ഒരു ഡോറിനെ വേണമെങ്കിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാം. ഒരു ഡോറിനെ ഒരു ഫയലിനെ ഈ ഒരു ഫയൽ നമ്മുടെ ഫയലിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാം കൺട്രോൾ-C കൺട്രോൾ-V ചെയ്തിട്ടാണ് അല്ലേ. ഇവിടെ ചിലപ്പോൾ ഈ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് എവിടെ കൊണ്ട് വെക്കുന്നുള്ളത്. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടതൊന്ന് സെലക്ട് ചെയ്യുക Ctrl+C, then എന്ത് വരും ഇവിടെ വന്ന് Ctrl+V ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പോയിന്റ് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഒരു ഡോർ ഉണ്ടല്ലോ അല്ലെ, ഈ ഡോറിനെ ഞാൻ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഡോറിനെ ഞാൻ എന്ത് ചെയ്യുന്നു, സ്കെയിൽ നമ്മൾ പറഞ്ഞു അല്ലെ, സ്കെയിൽ ചെയ്തു. അപ്പോ ഇതാ സ്കെയിൽ ചെയ്തു എലമെന്റിന്റെ സ്കെയിൽ നമ്മൾ പറഞ്ഞു അല്ലെ. ഞാൻ ഇപ്പൊ സ്കെയിൽ ചെയ്യില്ലേ, ബ്ലോക്ക് ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് സ്കെയിൽ ചെയ്യാനുണ്ടോ. ഞാൻ ഇതിന്റെ വിഡ്ത്തിനെ ബേസ് പോയിന്റ് എടുത്തു, റെഫറൻസ് എടുക്കുകയാണ് ഇതിന്റെ വിഡ്ത്തിനെ. ഓക്കെ, ഏതൊരു പോയിന്റിലേക്ക്, ഒരു പോയിന്റ് 2 പോയിന്റ്സിലേക്ക് എനിക്ക് ചെയ്യേണ്ടത് ഈ 2 പോയിന്റിലേക്കാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അതിന്റെ വിഡ്ത്തിനെ ഈ 2 പോയിന്റിലേക്കും ചെയ്തു. ക്ലിയർ ആണല്ലോ. അപ്പൊ സ്കെയിൽ ആയിട്ടുണ്ട് അല്ലെ. ഇതിന് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എലമെന്റ് തന്നെ മൂവ് ചെയ്യണു, ഒരു ബേസ് പോയിന്റ് പിടിച്ച് മൂവ് ചെയ്യണു. ഓക്കെ, ആ ബേസ് പോയിന്റ് എന്താ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. കറക്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, ഫൈൻ, ഓക്കെ ആണല്ലേ. അതേപോലെ തന്നെ ചില എലമെന്റ്സ് നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ നമുക്കിപ്പോ ഇതിനെ ഞാൻ സ്കെയിൽ ചെയ്യാനിരിക്കുക, ഇതിനെ എക്സ് സ്കെയിൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വൈയും സ്കെയിൽ ആവുന്നുണ്ട് അല്ലെ. അല്ലെ, ചെയ്യില്ലേ? എക്സ് സ്കെയിൽ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി വൈയും സ്കെയിൽ ആവും. അത് ഒഴിവാക്കുന്നത് എങ്ങനെ? എക്സ് സ്കെയിൽ ചെയ്യുമ്പോൾ വൈ സ്കെയിൽ ചെയ്യാതെ എങ്ങനെയുള്ള ഡയമെൻഷൻ നമ്മൾ പറഞ്ഞു. ഡയമെൻഷൻ ലീനിയർ വെച്ച് ഞാൻ ഇവിടെ ഡയമെൻഷൻ ചെയ്തിടാം. ഓക്കെ, തൽക്കാലം എന്താ ഞാൻ ഈ വാല്യൂ ഡയമെൻഷൻ ചെയ്യുന്നു. സിമിലർലി ഞാൻ ഈ വാല്യൂവിനെ ഒന്ന് ഡയമെൻഷൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി സ്കെയിൽ നമ്മൾ പറഞ്ഞു. അതിനെ സെലക്ട് ചെയ്ത് ഞാൻ സ്കെയിൽ കൊടുത്തു, ബേസ് പോയിന്റ് കൊടുത്തു. എനിക്ക് ഈ ഡോറിനെ 1000 എന്നുള്ള ഡോറിനെ 900 ആക്കണം. ഓക്കെ, 900 ആക്കണം കേട്ടോ. സ്കെയിൽ അറിയണം നമ്മൾ എന്ത് ചെയ്യും, സ്കെയിൽ ചെയ്യും, ബേസ് പോയിന്റ് ഇതാന്ന് പറഞ്ഞു കൊടുക്കും. ദെൻ എന്ത് ചെയ്യും, ഒരു റെഫറൻസ് എടുക്കും, ഈ ലെങ്തിനെ 900 ആക്കണം എന്ന് പറഞ്ഞു കൊടുക്കും. വാല്യൂ അറിയെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം അല്ലെ. ഞാൻ 900 ടൈപ്പ് ചെയ്തു. പക്ഷെ എന്തുണ്ടായി, 900 ആയി, ബട്ട് വൈ ആക്സിസും അതിനോടൊപ്പം തന്നെ എന്തായേക്കാണ്, സ്കെയിൽ ആയേക്കാണ് അല്ലെ. ശരിയല്ലേ, വൈ ആക്സിസും അതിനോടൊപ്പം തന്നെ സ്കെയിൽ ആയേക്കാണ്. നമുക്കത് പാടില്ല, വൈ ആക്സിസ് സ്കെയിൽ ചെയ്യാൻ പാടില്ല, വിഡ്ത്ത് മാത്രം കുറഞ്ഞാൽ മതി. കൺസെപ്റ്റ് മനസ്സിലായി വരും എല്ലാവർക്കും. ഏതൊരു എലമെന്റ് ആയാലും ഒരു സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നോർമൽ സ്കെയിൽ ആണ് നമ്മൾ ചെയ്യണമെങ്കിൽ ഓൾറെഡി എന്താവും, എക്സ് ആക്സിസും വൈ ആക്സിസും ഒരേ രീതിയിൽ സ്കെയിൽ ആവും. അത് എങ്ങനെ അവോയ്ഡ് ചെയ്യാം, എക്സ് മാത്രം എങ്ങനെ ചെയ്യാം, അത് ബ്ലോക്ക് ആൻഡ് ഇൻസേർട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ബ്ലോക്ക് ആൻഡ് ഇൻസേർട്ടിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഞാനൊരു ഫ്രെയിം പോലെ ഒന്ന് വരച്ചു. ഓക്കെ, ഒരു ലൈൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു എലമെന്റ് ആയിട്ട് ഞാൻ ഇതിനൊന്ന് F8 ടേൺ ഓൺ ചെയ്തൊന്ന് ലൈൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതിനെ ഞാൻ ഓഫ്സെറ്റ് കൊടുത്ത് ഒരു 100 mm റൈറ്റിലേക്കും 100 mm ലെഫ്റ്റിലേക്ക് ഓഫ്സെറ്റ് ചെയ്ത് വിചാരിക്കാം. ഓക്കെ, ഓക്കെ ഫൈൻ. ഒരു ചെറിയ ഒരു ഗ്ലാസ് വിൻഡോ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു എലിവേഷൻ നോക്കുമ്പോൾ ഒരു ഗ്ലാസ് വിൻഡോ, വേറെ ഡിസൈൻസ് ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എലിവേഷൻ നോക്കുമ്പോൾ ഒരു ഗ്ലാസ് വിൻഡോ, അത് ഞാൻ ലെയർ ഒന്നും കൊടുക്കാം, ലെയർ നോക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനൊരു നോർമൽ ലൈനിലെ ലൈൻ വെയിറ്റിലെ കളർ മാത്രം ഒന്ന് സ്പെസിഫൈ ചെയ്ത് ഞാനൊരു റെഡ് കളർ അല്ലെങ്കിൽ യെല്ലോ കളറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തു എന്ന് മാത്രം. ഓക്കെ ഫൈൻ. ഇതിലുള്ള പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യാനൊക്കെ നമുക്കറിയാം. അപ്പൊ ഇതാണ് എനിക്ക് വേണ്ട ഒരു വിൻഡോ. അപ്പൊ ഇത് എല്ലാം ഒരേ ലൈൻസ് ആണ്. ഞാൻ എന്റെ ബ്ലോക്ക് ചെയ്യാൻ പോകും. സെലക്ട് ചെയ്യുന്നു, ബി എന്റർ ടു ബ്ലോക്ക്, ബി എന്റർ. ബ്ലോക്ക് ചെയ്യുമ്പോൾ അത് ഞാൻ കൊടുക്കുകയാണ് എന്താണ്, വിൻഡോ WIN01 എലിവേഷൻ എന്ന് പറഞ്ഞ് ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ? W01 എന്ന് മാത്രം കൊടുത്താലും മതി. W01 ഓക്കെ എലിവേഷൻ എന്ന രീതിയിൽ കൊടുത്തു. ക്ലിയർ. അതിനൊരു ബ്ലോക്ക് ചെയ്യുമ്പോൾ ഏത് പോയിന്റിനെ റിലേറ്റ് ചെയ്തോണം ബ്ലോക്ക് ചെയ്യാൻ. ഏത് പോയിന്റ് ബ്ലോക്ക് ചെയ്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്യണല്ലോ എലമെന്റിനെ. അതിൽ പറഞ്ഞതാണ്, ഒന്നുകൂടെ വേഗം പറയുന്നു അല്ലെ. ബ്ലോക്ക് പറഞ്ഞാണ് ഈ പോയിന്റ് ഒന്ന് പിക്ക് ചെയ്തു. ഏത് യൂണിറ്റിൽ വേണം സ്പെസിഫൈ ചെയ്യാം. ബ്ലോക്ക് ചെയ്തതിനു ശേഷം ഈ സോഴ്സിന് എന്ത് പറ്റണം, അത് ഞാൻ അന്ന് പറഞ്ഞതാണ്. ഡിലീറ്റ് ചെയ്യണോ, കൺവേർട്ട് ചെയ്യണോ, റിട്ടേൺ ചെയ്യണോ. അത് ഞാൻ റിട്ടേൺ ചെയ്യുന്ന ഓപ്ഷൻ കൊടുത്തു. ഓക്കെ, സ്കെയിൽ യൂണിഫോമിൽ ഞാൻ കൊടുക്കണില്ല. അതാണ് ഞാൻ പറഞ്ഞ കാര്യം. സ്കെയിൽ യൂണിഫോമിൽ എന്ന് പറഞ്ഞാൽ എന്തായി, എക്സ് മാറുമ്പോൾ അതിനനുസരിച്ച് വൈയും ചേഞ്ച് ആവും കേട്ടോ. അലോ എക്സ്പ്ലോഡിംഗ് കൂടെ ഞാൻ കൊടുത്ത് ബ്ലോക്ക് ചെയ്തു. അലോ എക്സ്പ്ലോഡിംഗ് കൊടുക്കുന്നത് എന്തിനാ, ലേറ്റർ ഇൻ എനി സ്റ്റേറ്റ് നമുക്ക് അതിനെ ലൈൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇതിപ്പോ ഒരു ബ്ലോക്ക് ചെയ്ത ഒറ്റ ഒരു സിംഗിൾ എലമെന്റ് ആയിട്ട് മാറും അല്ലെ, ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞല്ലേ. ഓക്കെ, അപ്പൊ ഇത് സേവ് ചെയ്യുന്നത് ഓട്ടോകാഡിന്റെ മെമ്മറിയിലായിരിക്കും. ഓക്കെ, അപ്പൊ അതിനെ വീണ്ടും നമുക്ക് ഓരോ ലൈൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അലോ എക്സ്പ്ലോഡിംഗ് കൂടെ ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, ഇനി ബ്ലോക്ക് ചെയ്ത് ഇൻസേർട്ട് ചെയ്യേണ്ട യൂണിറ്റിൽ ഏതായിട്ട് ആക്ട് ചെയ്യണം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇഞ്ചസ് ആക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താ സെന്റിമീറ്ററിൽ ആക്ട് ചെയ്യണമെങ്കിൽ സെന്റിമീറ്റർ ആക്കാം. നമുക്ക് എന്താണ് വേണ്ടത് കൊടുക്കാം. ഓക്കെ, ഞാൻ ചെയ്തു. ക്ലിയർ ആണ്. അത് ബ്ലോക്ക് ആയി. ദെൻ ഇൻസേർട്ട് ചെയ്യട്ടെ. നമ്മൾ ഇവിടെ
ഒന്ന് ആലോചിക്കാൻ നമ്മൾ ഇവിടെ ഇൻസേർട്ട് ചെയ്യാം. അപ്പൊ ബ്ലോക്ക് ചെയ്യാൻ പഠിച്ചു, ഇൻസേർട്ട് ചെയ്യാൻ ഐ എൻ്റർ എന്നാണ്. ഓക്കെ, W01 ഡോർ ഉണ്ട്, ഞാൻ എന്താ ഇവിടെ നോർമലി കൊണ്ടൊന്ന് ഇൻസേർട്ട് ചെയ്തു, വേറെ ചേഞ്ചസ് ഒന്നും ഇല്ല അല്ലെ. ഇൻസേർട്ട് ചെയ്തപ്പോൾ എന്തായാലും ബ്ലോക്ക് ആയിട്ട് ഇതിന് മാറി. ഓക്കെ, ഇതാണ് അതിന്റെ പേര് ഹൈലൈറ്റ്. ഇനി ഇതേ വിൻഡോ എനിക്ക് ഓക്കെ ഇവിടെ ഞാനിപ്പോ കൊണ്ടുവന്ന് വെക്കുകയാണ്. ഇത് ഞാൻ എങ്ങനെ ഈ സ്കെയിലിലേക്ക് ഇതിലേക്കാണ് എനിക്ക് ആക്കേണ്ടത്, ഈ ഒരു വിൻഡോ പോലെ ആക്കണം അല്ലെ. അപ്പൊ ഈ ഒരു വിൻഡോയുടെ 2 പാളിയുടെ വിഡ്ത്തിലേക്ക് തന്നെ മാറ്റണം, ഈ ഒരു ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. അതെങ്ങനെ ചെയ്യും? അല്ലെങ്കിൽ ഞാൻ ഇതിനെ സ്കെയിൽ ചെയ്യുമ്പോൾ ബേസ് പോയിന്റ് കൊടുത്തു. ഓക്കെ, ദെൻ എന്ത് ചെയ്യുന്നു, സ്കെയിൽ ചെയ്യുന്നു. ഓക്കെ, ബേസ് പോയിന്റ് ഇതിനെ സ്പെസിഫൈ ചെയ്തു. ദെൻ റെഫറൻസ് എന്ന് പറയുന്നത് ഞാൻ എന്ത് കൊടുക്കുക, ഈ ഒരു വാല്യൂ കൊടുക്കുന്നത് എനിക്ക് ഇവിടെ മുതൽ ഇവിടെ വരെ ഇത് അറിയുന്ന കാര്യമല്ല. ഇനി ഏതിലേക്കാണ് പോയിന്റ് എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു 2 പാളിയുടെ വിഡ്ത്ത് എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അത് എന്തായി, സ്കെയിൽ ആയിട്ടുണ്ട് അല്ലെ. ഞാൻ അതിനൊന്ന് മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ കൊണ്ടുവന്ന് ഞാൻ വെക്കുന്നു. ഓക്കെ, ബട്ട് എന്താ വൈ സ്കെയിലിൽ ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ, വന്നിട്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ചെയ്യേണ്ട ഒരു ഡോർ, ഈ ഡോറിനെ ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ ചെയ്യാം. ഡോറിനെ ഞാൻ ഇതുപോലെ ഇൻസേർട്ട് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു അല്ലെ. ഈ ഡോറിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ്. ഓക്കെ, ഫൈൻ, ക്ലിയർ ആണോ? അല്ലെങ്കിൽ ഡോറോ ഏതാണ് എലമെന്റ് വേണ്ടേ അതിനോടൊന്ന് കൊണ്ടുവന്ന് വെക്കുക. എന്താ ഇതിനോട് കൊണ്ട് അപ്പൊ എനിക്ക് ചെയ്യേണ്ടത് ഇതിന്റെ വൈ ഡിസ്റ്റൻസ് മാത്രം മാറിയാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ നോർമലി കൊണ്ടുവന്ന് വെച്ചു. അതിന്റെ ഡയമെൻഷൻ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഡയമെൻഷൻ ഞാൻ എടുത്തു. ഓക്കെ, ഇവിടെ കാണിക്കുന്ന ഡയമെൻഷൻ എത്രയാ, 2254. ഞാനൊരു പ്രത്യേക വാല്യൂ കൊടുക്കാൻ ചെയ്തത് ഏതെങ്കിലും ഒരു വാല്യൂനെ വേണമെങ്കിൽ നമുക്ക് എന്തായാലും വേണമെങ്കിലും കൺവേർട്ട് ചെയ്തെടുക്കാം. 2857 അല്ലെ. അപ്പൊ നമുക്ക് ഈ 2857 എന്നുള്ളത് അതേപോലെ തന്നെ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ 2100 ആക്കണം. ഇതിനെ നമുക്ക് 2000 ആക്കണം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ആവശ്യം അതിനനുസരിച്ച് എങ്ങനെ സ്കെയിൽ ചെയ്യാമെന്നതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം മെഷർ ചെയ്ത് നമുക്ക് ഇത് വേണ്ടത് അല്ലെ. ഇനി നമുക്ക് വേണ്ട ലെങ്ത് നമുക്ക് അറിയാം. ഇതിനെ എനിക്ക് 2000 ആക്കണം വിത്തൗട്ട് ചേഞ്ചിങ് ദ ഹൈറ്റ്. മനസ്സിലായോ? എക്സിനെ 2000 ആക്കണം വിത്തൗട്ട് ചേഞ്ചിങ് ദ ഹൈറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്താൽ ഉപകാരമായി. സ്കെയിൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ, ഓക്കെ, സ്കെയിൽ ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഒരു സ്കെയിൽ ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ സ്കെയിൽ ഫാക്ടർ എന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ. സ്കെയിൽ ഫാക്ടർ എന്താന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ എല്ലാവരും? സ്കെയിൽ ഫാക്ടർ എന്താന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അറിയുന്നവര് ഒന്ന് വേഗം ടെക്സ്റ്റ് ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോവാം. സ്കെയിൽ ഫാക്ടർ എന്ന് പറയുന്നത് എനിക്കൊരു എലമെന്റിനെ എൻലാർജ് ആണ് ചെയ്യേണ്ടത് എങ്കിൽ സ്കെയിൽ ഫാക്ടർ എത്രയായിരിക്കും? ഒരു എലമെന്റിനെ എൻലാർജ് ചെയ്യണം, വലുതാക്കണം. ഓക്കെ, അപ്പൊ സ്കെയിൽ ഫാക്ടർ എത്രയായിരിക്കാം? ഒരു എലമെന്റിനെ ചെറുതാക്കണം. ഓക്കെ, 1 to double. ഓക്കെ, 1 or greater than. ഓക്കെ, അപ്പൊ എൻലാർജ് ചെയ്യണമെങ്കിൽ ഓക്കെ ഫൈൻ മതി. ഓക്കെ 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 അപ്പൊ നിങ്ങൾ ഓക്കെ എൻലാർജ് ചെയ്യണമെങ്കിൽ 1ന് മുകളിലേക്കും ചെറുതാക്കണമെങ്കിൽ 1ന് താഴേക്കും. ആ ഒരു ഐഡിയ ഉണ്ടല്ലോ, എല്ലാവരുടെ മൈൻഡിൽ ആ ഒരു ഐഡിയ ഉണ്ടോ? ഒന്നും കൂടെ നിങ്ങളുടെ മൈൻഡിലേക്ക് അത് ക്ലിയർ ആവാൻ വേണ്ടി പറഞ്ഞുള്ളൂ. ഇവിടെ 2254 എന്ന് പറയുന്ന ഈ വാല്യൂ അല്ലെ, 2254 എന്ന് പറയുന്ന ഈ വാല്യൂവിനെ നമുക്ക് എത്രയിലാക്കണം? ഒരു 2000ലേക്ക് ആക്കണം. ഒന്ന് ആലോചിക്കുക അല്ലെ, 2000ലേക്ക് ആക്കണം. അപ്പൊ എന്താ നോർമലി സ്കെയിൽ ഫാക്ടർ 1ന് മുകളിലായിരിക്കോ അതോ 1ന് താഴെ ആയിരിക്കും? 1ന് മുകളിലായിരിക്കും, 1ന് താഴെ ആയിരിക്കും? 2000 ആക്കണം എനിക്ക് എന്ന് പറയൂ. 1ന് മുകളിലായിരിക്കും, 1ന് താഴെ ആയിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും അല്ലെ. ഓക്കെ ഫൈൻ. ഓക്കെ, ലെസ് ദാൻ 1 ആയിരിക്കണം നമ്മുടെ വാല്യൂ. ഓക്കെ, എങ്കിൽ ലെസ് ദാൻ എത്രയാവണം? അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ 2254 എന്ന് പറയുന്ന വാല്യൂവിനെ 200 എന്ന് പറഞ്ഞ വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്യണം, 2000ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? 2254 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാണ്? 2000 അല്ലെ. 2000 എന്ന് കൊടുത്തു. ഓക്കെ, ഇത് ശരിയാണോ? ചെറുതാവണമെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? ലെസ് ദാൻ 1. നമ്മൾ കൊടുത്ത ഓർഡറിലുള്ള ഒരു പ്രശ്നം. ആ ഓർഡർ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമുക്ക് ആവശ്യമുള്ള ലെങ്ത് അല്ലെ, ആവശ്യമുള്ള ലെങ്ത് ഡിവൈഡഡ് ബൈ നമ്മുടെ ഇപ്പൊ എക്സിസ്റ്റിംഗ് 2254 ആണല്ലോ. ശരിയല്ല? അപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടോ, നീഡഡ് ലെങ്ത് ഡിവൈഡഡ് ബൈ എക്സിസ്റ്റിംഗ് ലെങ്ത് അല്ലെ. അപ്പൊ എനിക്ക് ചെയ്യേണ്ടത് 2000ലേക്കാണ്. ഇപ്പൊ എനിക്കുള്ള വാല്യൂ 2254 ആണ്. ഓക്കെ, അത് ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം അങ്ങനെ കാണിച്ചത് മാത്രം. ഓക്കെ, അപ്പൊ ഇതായിരിക്കണം എന്റെ സ്കെയിൽ ഫാക്ടർ. ഏത് സൈഡിലെ എന്ന് പറയാമോ? ഏത് സൈഡിലെ? ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു. ഓക്കെ, ഏത് സ്കെയിലിലെ സ്കെയിൽ ഫാക്ടർ ആയിരിക്കണം ഈ പറയുന്ന വാല്യൂ? ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, എക്സ് ആണോ? മുഹമ്മദ് നിഹാൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് എക്സ് ആണോ? ബാക്കിയുള്ളവരെ എന്താ? തമന്ന തന്നെയാണ് പറഞ്ഞത് എക്സ് വാല്യൂലാണ് വേണ്ടെന്നാ പറയുന്നത്. അത് തന്നെയാണോ? ഉറപ്പല്ലാവർക്കും? എന്നാ വൈ ആവണ്ടേ? വൈ അല്ലേ വേണ്ടത്? ഓക്കെ, നിങ്ങളൊന്ന് കൺഫേം ചെയ്യൂ, ഏതാണ് വേണ്ടത് നമുക്ക്?
എച്ച് വാല്യൂ തന്നെയാണല്ലേ. ഓക്കെ, അഭയ് കൃഷ്ണ ക്യാപിറ്റൽ ഓക്കെ, എച്ച് വാല്യൂ തന്നെയാണ് കേട്ടോ. ഓക്കെ, എച്ച് വാല്യൂ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ ഫൈൻ. ഓക്കെ, എക്സ് വാല്യൂ തന്നെയാണ്, അതായത് നമുക്കൊരു എക്സ് ഡയമെൻഷനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഞാൻ എക്സ് ഡയമെൻഷനിൽ ഞാൻ ഈ വാല്യൂ അപ്ലൈ ചെയ്യും. ഞാൻ അത് മാത്രമല്ല, ഞാൻ എക്സ് ഡയമെൻഷനിന്റെ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കാം, ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ എക്സ് എന്ന് പറയുന്ന വാല്യൂ ഷുഡ് ബി ഫോളോ ദിസ് മെത്തേഡ്, അല്ലെങ്കിൽ ഈ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ പേസ്റ്റ് ചെയ്യും. ക്ലിയർ ആണോ? അതിനുശേഷം ഞാനൊരു എലമെന്റിനെ ഒന്ന് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ സെർച്ചിങ് കാണാം. എക്സ് എന്ന് പറഞ്ഞ വാല്യൂ എനിക്ക് ഇതാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിരിക്കുക. കണ്ടോ, പോയിന്റ് താഴെ നോക്കുക, കാണാണ്ടെന്ന് വിചാരിക്കുന്നു. താഴെ ഇവിടെ കാണാം എക്സ് എന്ന് പറഞ്ഞ വാല്യൂ 0.08873 ആണ് ഫോളോ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. ഒബ്വിയസ്ലി എന്തായിരിക്കും ആ ഫാക്ടർ എത്രയാണോ അതായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവണം. നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. അപ്പൊ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലേ, ഒരു ചേഞ്ച് മനസ്സിലാവുണ്ടല്ലേ. അപ്പൊ ബ്ലോക്ക് ആൻഡ് ഇൻസേർട്ട് എന്ന് പറയുന്ന കാര്യം പ്ലാൻ വരയ്ക്കുമ്പോൾ, സെക്ഷൻ വരയ്ക്കുമ്പോൾ, ഈവൻ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന്റെ ഒരു എന്തെങ്കിലും എലമെന്റ് നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ ചില സമയത്ത് നമുക്ക് എക്സിനെ മാത്രം വൈനെ മാത്രം അങ്ങനെ ഒരു കൺസിഡറേഷൻ വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് എക്സ് ആൻഡ് വൈ ഇൻസേർട്ട് വഴി നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഒരുപാട് യൂസ് ഉള്ള ടൂളാണ്. നോക്കാം നമുക്ക്. ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, കറക്റ്റ് ആയിട്ട് ആ ഒരു പോയിന്റിലേക്ക് പിടിക്കുന്നു. യെസ് ഫൈൻ, ക്ലിയർ ആണ് എല്ലാവർക്കും. എന്നാൽ വൈ ചെയ്തിട്ടുണ്ടാവും, വൈ എന്താ ഉണ്ടാവില്ല, ചേഞ്ച് ആയിട്ടുണ്ടാവില്ല. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, 2587 എല്ലാവർക്കും ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന ഐഡിയ. ഒന്നുമില്ല, ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് എക്സിനെ മാത്രമായിട്ടും വൈനെ മാത്രമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്പെൻഡന്റ് അല്ലെങ്കിൽ നമുക്ക് ഓരോന്നിനെ മാത്രമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. അതാണ് ബ്ലോക്ക് ആൻഡ് ഇൻസേർട്ടിൽ വരുന്ന പ്രത്യേകത. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ക്ലിയർ ആണെന്നുണ്ടല്ലേ. സെഡ് വാല്യൂ നമുക്ക് നോക്കണ്ട, തെളി ചെയ്യുന്നില്ല നമ്മൾ. ക്ലിയർ ആണെന്ന് തോന്നുന്നു എല്ലാവർക്കും. ഓക്കെ ആണോടാ? എല്ലാവരും ഒന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഉഷാറായിട്ട് പോകുമായിരുന്നു. ഓക്കെ, 192 കുറച്ച് ആൾക്കാർ 2 ദിവസത്തെ ലീവ് കണ്ട് കാരണമായിരിക്കും അല്ലേ. ഓക്കെ ഫൈൻ, എനിക്കൊരു ചെറിയ എൻഗേജ്മെന്റ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ക്ലാസ് എടുക്കാൻ പറ്റാഞ്ഞത്. ഓക്കെ ഫൈൻ. ഓക്കെ, ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഈ എക്സ് ആൻഡ് വൈ എന്നുള്ളത്. സോ വൺസ് മോർ. ഓക്കെ, വൺസ് മോർ. ഏത് എവിടെ മുതൽ ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പൊ നമുക്ക് എന്താ വൈ എന്ന് ചെയ്ത് നോക്കാം അല്ലെ. ഈ വൈ എന്നുള്ള എലമെന്റിനെ എനിക്ക് എത്രയിലേക്ക് മാറ്റണം? ഒരു 2500 മാറ്റണം, അല്ലെങ്കിൽ 3000 ആയിക്കോട്ടെ. നമുക്കൊന്ന് റേസ് വാല്യൂ കൂട്ടി നോക്കാം. ഓക്കെ, 3000 ആക്കണം. അപ്പൊ 2000 എന്ന് പറയുന്ന എക്സ് വാല്യൂ, 3000 എന്ന് പറയുന്ന വൈ വാല്യൂ കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ അതേ പറഞ്ഞ പൊസിഷൻ ചെയ്യാണ്, 3000 മാറ്റണം. നീഡ് ലെങ്ത് ഡിവൈഡഡ് ബൈ എക്സിസ്റ്റിംഗ് 2857 അല്ലെ. അത് ചെയ്യുമ്പോൾ എത്രയും ഒബ്വിയസ്ലി ഇറ്റ് ഷുഡ് ബി അബവ് 1. ഈ 2800 അല്ലെങ്കിൽ 2857 എന്നുള്ള വാല്യൂ ഇതിനെ 3000 മാറ്റണമെങ്കിൽ വൈ സ്കെയിൽ എന്തായാലും 1 മുകളിലേക്ക് ആവണം അല്ലെ. ശരിയല്ലേ? ഓക്കെ ഫൈൻ. അതേ വാല്യൂ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തു, ക്വിക്ക് കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്തു QC. ഓക്കെ, 3000 ഡിവൈഡ് ബൈ 2857 ചെയ്തപ്പോൾ എനിക്ക് കിട്ടി 150. അപ്പൊ ഇതാണ് എന്റെ വൈ സ്കെയിൽ എന്ന് മനസ്സിലായി. വൈ എന്ന് പറയുന്ന ലെങ്ത്, ഹൈറ്റ് അല്ലെങ്കിൽ ഈ വെർട്ടിക്കൽ ലെങ്തിനെ എൻലാർജ് ചെയ്യണം. സോ ഇറ്റ് ഷുഡ് ബി അബവ് ദാൻ 1. ഓക്കെ, 1 മുകളിലേക്ക് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിലൂടെ വൈ ഫാക്ടർ മാറ്റി കൊടുക്കുന്നു അല്ലെ. വൈ ഫാക്ടർ മാറ്റി, ഇവിടെ എക്സ് എത്ര തന്നെ വെച്ചു, ഞാൻ ആ പറയുന്ന നേരത്തെ കൊടുത്ത അതേ വാല്യൂ വെച്ചു. എന്നിട്ട് ഒരു എൻ്റർ കൊടുത്ത് ഇതിനെ ഞാൻ ഒന്ന് പ്ലേസ് ചെയ്യാണ്. ക്ലിയർ ആണോ? ഇതൊന്ന് പ്ലേസ് ചെയ്ത് നോക്കാം നമുക്ക്. ബട്ട് എക്സ് എന്ത് ഫോളോ ചെയ്യണം? പോയിന്റ് നമ്മൾ നേരത്തെ കൊടുത്ത ക്രൈറ്റീരിയ ഫോളോ ചെയ്യണം. വൈ എന്ന് പറയുന്നത് ഈ ഒരു ക്രൈറ്റീരിയ ഫോളോ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും. ക്ലിയർ ആണോ? ആരാണ് ചോദിച്ചായിരുന്നു? ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പൊ ഞാൻ ആദ്യം നോർമലി ഒരെണ്ണത്തിനെ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു, ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞു, ഒരു സൈഡ് മാത്രം വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു, 2 സൈഡ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ. ഇത് ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വൈശാഖ് ഗോപി ഓക്കെ ഫൈൻ. ഓക്കെ ഓക്കെ യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റിലേക്ക് ബ്ലോക്ക് ആൻഡ് ഇൻസേർട്ട് ഒന്നുകൂടെ പറയൂ. ഓക്കെ ശ്രീജിത്ത് ഒന്നുകൂടെ പറയണോ ഇനിയും? ഓക്കെ, ബ്ലോക്ക് ആൻഡ് ഇൻസേർട്ട്. ബ്ലോക്ക് ചെയ്യുന്നുള്ളത് ബി എൻ്റർ, നമുക്ക് ആവശ്യമുള്ള എലമെന്റിനെ സെലക്ട് ചെയ്യുന്നു, ബി എൻ്റർ കൊടുക്കുന്നു. ഓക്കെ, ഏതാണ് ഒരു എലമെന്റ്, വേറെ ഏതെങ്കിലും എലമെന്റിനെ ബ്ലോക്ക് ചെയ്യാൻ ഞാനിപ്പോ തൽക്കാലം. ഓക്കെ, വേഗം ഒന്ന് ചെയ്യാനാണെങ്കിൽ റെക്ടാങ്കിൾ വരയ്ക്കണം. ഓക്കെ, റെക്ടാങ്കിൾ ഞാൻ ഒന്ന് ബ്ലോക്ക് ചെയ്യുന്നു, ബി എൻ്റർ. ബേസ് പോയിന്റ് ഏതെങ്കിലും ഒന്ന് സ്പെസിഫിക് ആക്കിയിട്ട് ഞാൻ ബേസ് പോയിന്റ് കൊടുത്തു. ദെൻ എന്താണോ അതിനെ ബ്ലോക്കിനെ കൺവേർട്ട് ചെയ്യേണ്ടത്, ഒരു നെയിം കൊടുത്ത് ആ റെക്ടാങ്കിൾ നെയിം കൊടുത്തു. എന്താണോ ചെയ്യേണ്ടത്, റിട്ടേൺ ചെയ്യണോ, കൺവേർട്ട് ടു ബ്ലോക്ക് ചെയ്യണോ, എന്താണോ വേണ്ടത്. ഇതിനൊരു ബ്ലോക്ക് മാത്രം, ഒരു ലൈൻ കൂടെ വരച്ചിട്ടേക്കാട്ടോ. ഓക്കെ, അല്ലെങ്കിൽ അതൊരു ബ്ലോക്ക് മാത്രമായിട്ട്, ഒരു എലമെന്റ് ഓൾറെഡി ബ്ലോക്ക് ആണല്ലോ. ഓക്കെ ഫൈൻ. യെസ്. ഓക്കെ, ഒരു മെക്കാനിക്കൽ എക്യുപ്മെന്റ് ആണെന്ന് വിചാരിക്കുക, ഒരു ടോപ്പ് വ്യൂ ആണെന്ന് വിചാരിക്കുക കേട്ടോ. ഓക്കെ, ടോപ്പ് വ്യൂ എന്നുള്ള എലമെന്റ് ആണ്. ഓക്കെ, ഞാൻ ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഓക്കെ, സെലക്ട് ചെയ്തു, ബി എൻ്റർ കൊടുത്തു. ദെൻ ഏതെങ്കിലും ഒരു പോയിന്റ് സ്പെസിഫിക് ആക്കുന്നു. ഓക്കെ, ബ്ലോക്ക്.
ഓക്കെ, ഒരു പോയിന്റ് ഞാൻ സ്പെസിഫൈ ചെയ്തു. ദെൻ അതിനെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്ന ഓപ്ഷൻ കൊടുത്തു കാണിച്ചു തരാം. ഡിലീറ്റ് കൊടുത്തു. ദെൻ എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് വന്ന് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ വാല്യൂ വേണമെങ്കിൽ എനിക്ക് ചേഞ്ച് ചെയ്യും. ഇപ്പൊ ഇവിടെ ഈ വാല്യൂ വെക്കേണ്ട കാര്യമില്ല. ഇവിടെ എന്ത് 1 വെച്ച് കഴിഞ്ഞാൽ അതിന് എത്രയാണോ ഡയമെൻഷൻ അതിലേക്ക് വന്നോളൂ. ഓക്കെ, 1 തന്നെ വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതൊരു ബ്ലോക്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ബ്ലോക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇനി ഇതിനെ എക്സ്പ്ലോഡ് ചെയ്യണമെങ്കിൽ, എക്സ്പ്ലോഡ് എന്ന് പറഞ്ഞാൽ എച്ച് സെന്റർ എന്നാണ് എക്സ്പ്ലോഡ്. എക്സ്പ്ലോഡ് ചെയ്ത് എന്തായി, എല്ലാം ഓരോരോ സിംഗിൾ എലമെന്റ്സ് ആയിട്ട് ഇതിനെ മാറ്റി. എച്ച് സെന്റർ കേട്ടോ, എക്സ്പ്ലോഡ് എന്ന് പറഞ്ഞാൽ എച്ച് സെന്റർ. ഓക്കെ ഫൈൻ. ഇൻസേർട്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, വാല്യൂ ചേഞ്ച് ചെയ്യാം. ഓക്കെ ഓക്കെ, 3 പ്രാവശ്യം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഓക്കെ ഫൈൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ അടുത്തതിലേക്ക് പോവാണ്. ഇങ്ങനെ ബ്ലോക്ക് ചെയ്തില്ലേ, ഇനി കുറച്ചും കൂടി കോറിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്താണ് നമ്മൾ. നമുക്കിതിനെ ഈ ഒരു ഫയൽ അല്ലേ, ഓക്കെ, ഏത് ഫയലാണ്, ഈ ഒരു ഫയൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നോ, ഫർണിച്ചർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേർ ഞാൻ അയച്ചു തന്നു വിചാരിക്കണം. ഓക്കെ, എനിവേസ് ഈ ഒരു ഫയലിനെ ഒരുപാട് ഡാറ്റ ഇവിടെ ഉണ്ടല്ലേ. നമ്മളൊരു ഇന്റർഓപ്പറബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്കുണ്ട്. ഫയൽ അയച്ചു തന്നിട്ടില്ല. ഓക്കെ ഫൈൻ, ഞാൻ തരാം കേട്ടോ. ഓക്കെ ഓക്കെ, ഇന്റർഓപ്പറബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. ഓക്കെ, ഫയൽ അയച്ചു തന്നിട്ടില്ല അല്ലെ. ഓക്കെ, ഞാൻ ഇത് ഈ കമ്പോണൻസ് നിങ്ങൾക്ക് ഒന്ന് ഇട്ട് തരാം. ഓക്കെ ഫൈൻ. അതായത് ഇന്റർഓപ്പറബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ AutoCAD എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൽ ചെയ്തത് 2D ഡ്രാഫ്റ്റിംഗ് ആണ് അല്ലെ 2D ഡ്രാഫ്റ്റിംഗ് അല്ലേ ചെയ്തത്. ഇതിന്റെ 3D ഇവിടെ മാനുവലി ആണ് ഈ സെക്ഷൻ എലിവേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മാനുവലി ഒരുപാട് ബുദ്ധിമുട്ടിലാണ് മാനുവലി സെക്ഷൻ എലിവേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഒരുപാട് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നോർമലി ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യുന്നവർക്ക് എളുപ്പമാണ്, ചെയ്യാൻ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ബട്ട് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇപ്പോഴത്തെ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറില്ല, സെക്ഷൻ ചെയ്യുന്നവരുണ്ടില്ല എന്നല്ല, കൂടുതലും നമ്മൾ എന്താ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള 3D മോഡലിംഗ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, സെക്ഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. വിത്തിൻ സെക്കൻഡ്സ് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് ഒരു പ്ലാൻ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനത് കാണിച്ചു തരാം. ഒരു ഡെമോ, ഒരു ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങോട്ടൊരു ഇൻഫോർമേഷൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ അതായത് എനിക്ക് ഒരു റിവറ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പോട്ടെ സോളിഡ് വർക്ക്സ് മെക്കാനിക്കലുകാരാണെങ്കിൽ സോളിഡ് വർക്ക്സ് കയറ്റി ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്, അതിലേക്ക് നമ്മൾ 3D മോഡലിംഗ് ചെയ്യാം അല്ലെ, ഒരു പാർട്ട് ഡിസൈൻ ചെയ്യാന്നുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് ഒരു എലമെന്റ് ഇവിടെ ഞാൻ ഈ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു എലമെന്റ് അല്ലെ, ഈ ഒരു എലമെന്റിന്റെ ഫ്രണ്ട് വ്യൂ എങ്ങനെയായിരിക്കും? ഓക്കെ, നമ്മളായിട്ട് അസ്യൂം ചെയ്ത് വരയ്ക്കണം അല്ലെ. ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കണമെങ്കിൽ നമ്മൾ തന്നെയാണ് വരയ്ക്കണം. അസ്യൂം ചെയ്തിട്ട് ഇതൊരു റെക്ടാങ്കിൾ ആണെന്ന് വരയ്ക്കണം. ഓക്കെ, ഇതിന് മുകളിൽ ഒരു സർക്കിൾ അല്ലെങ്കിൽ വേറൊരു സർക്കിൾ ആണ് ഇവിടെ നിൽക്കണമെന്ന് വരയ്ക്കണം. നമ്മൾ അസ്യൂം ചെയ്ത് വരയ്ക്കുകയാണ് അല്ലെ. നമ്മളായിട്ട് ഞാൻ മര്യാദയ്ക്ക് ചുമ്മാ കാണിക്കുന്നുള്ളൂ. മാനുവലി നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടതാണ്. ബട്ട് ഹിയർ ഒരു 3 ഡയമെൻഷൻ കൺസെപ്റ്റ് സോഫ്റ്റ്വെയറിലേക്ക് എത്തുമ്പോൾ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഒരു പ്ലാൻ വരച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്തായി, ഒരു സെക്ഷൻ വ്യൂ ആയി. മെക്കാനിക്കൽ ഡ്രോയിങ്സ് ചെയ്തവർക്ക് അറിയാം, 1-2 പേര് ചെയ്തായിരുന്നു. ഇന്നലെ ഞാനൊരു ഫയൽ നിങ്ങൾക്ക് അയച്ചു തന്നായിരുന്നു. ഓക്കെ ഓക്കെ, ആ ഒരു ഫയലിൽ നിങ്ങൾക്ക് അതിന്റെ ഇത് കാണാൻ പറ്റും, സെക്ഷൻ കാണാൻ പറ്റും അല്ലെ. അപ്പൊ ഇവിടെ വേറൊരു സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുപോകുമ്പോൾ, AutoCAD പഠിച്ച് നമ്മൾ നാളെ വേറൊരു സോഫ്റ്റ്വെയറിലേക്ക് ഇതിനെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ അവിടെ യൂസ് ചെയ്യണം അല്ലെ. അപ്പൊ എനിക്ക് ഈ ഒരു AutoCAD സോഫ്റ്റ്വെയർ നമ്മളെല്ലാം ഒരു ലേഔട്ടിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൽ ചിലപ്പോൾ പ്ലാൻ വ്യൂ, അടുത്തതിൽ ഫർണിച്ചർ ലേഔട്ട്, അങ്ങനെ ഒരുപാട് ഫയലിൽ ഒരേ ഇതിൽ കൊണ്ടുവയ്ക്കുക. എനിക്ക് റിവറ്റിലേക്കോ സോളിഡ് വർക്കിലേക്കോ ആൻസിസിലേക്കോ അല്ലെങ്കിൽ ഏതൊരു സോഫ്റ്റ്വെയറിലേക്കും ഇതിന്റെ പ്ലാൻ വ്യൂ മാത്രം മതി. ശ്രദ്ധിക്കുക, ഇതിന്റെ പ്ലാൻ വ്യൂ മാത്രം മതി. ഓക്കെ, ഐഡിയ കിട്ടിയോ? അപ്പൊ ഈ പ്ലാൻ വ്യൂവിനെ മാത്രം എങ്ങനെ ഒരു പുതിയ ഫയലായിട്ട് സേവ് ചെയ്യാം? റൈറ്റ് ബ്ലോക്ക് എന്ന് പറയും. നോർമൽ ബ്ലോക്ക് നമ്മൾ പറഞ്ഞു, റൈറ്റ് ബ്ലോക്ക് എന്നാണ് പറയുക. WB എന്നാണ് ഷോർട്ട് കീ. എനിക്ക് ആവശ്യമുള്ള കണ്ടന്റിനെ മാത്രം എന്ത് ചെയ്യാൻ പറ്റും, ബ്ലോക്ക് ചെയ്യാനായിട്ട് എനിക്ക് പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ആവശ്യമുള്ള കണ്ടന്റിനെ മാത്രം ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ബ്ലോക്ക് ചെയ്ത് പോലെ ഞാൻ ഇതിനെല്ലാത്തിനും ഇതാണ് എനിക്ക് വേണ്ട ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ വ്യൂ എന്ന് വിചാരിക്കുക. ഞാൻ ഇതിനൊന്ന് സെലക്ട് ചെയ്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് WB എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് ഞാൻ പോയി. ഓക്കെ, WB എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് പോയി. ഇവിടെ WB എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് ഞാൻ എത്തിയതിനു ശേഷം, ഓക്കെ സോറി, WB എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് എത്തിയതിനു ശേഷം ഞാൻ എന്ത് ചെയ്യണു, ഈ എൻ്റെ ഒബ്ജക്ട്സിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഒരു നെയിം അല്ലെങ്കിൽ ഒരു പോയിന്റ് ഞാൻ പിക്ക് ചെയ്തു. ഇതാണ് എന്റെ ബേസ് പോയിന്റ് എന്ന് പിക്ക് ചെയ്തു. ഓക്കെ, ക്ലിയർ ആണോ? സിമിലർ തന്നെയാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, ഡെസ്ക് ടോപ്പിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫയലിലേക്ക് ഞാൻ എന്റെ ഓക്കെ എന്താ 1200 SQ പ്ലാൻ എന്ന് പറഞ്ഞ് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? നിങ്ങൾക്ക് നെയിം കൊടുത്ത് ഞാൻ അവിടെ ഡെസ്ക്ടോപ്പിൽ നിന്ന് സേവ് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന എലമെന്റിനെ എനിക്ക് ആവശ്യമുള്ള ഒരു പോർഷൻ മാത്രം സെലക്ട് ചെയ്ത് WB റൈറ്റ് ബ്ലോക്ക്. ഓക്കെ, അപ്പൊ എന്റെ ഡ്രോയിങ് വേണ്ട, അതിന്റെ ചെറിയൊരു പോർഷൻ മാത്രം എനിക്ക് മതി എന്തിലേക്ക്, പുതിയൊരു ഡ്രോയിങ്ങിലേക്ക് വെക്കാം. ഓക്കെ, WB എന്ന റൈറ്റ് ബ്ലോക്ക് ചെയ്ത് നോക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാം. എഗെയിൻ നമുക്ക് ചൂസ് ചെയ്യാം സോഴ്സിന് എന്ത് സംഭവിക്കണം അല്ലെ. ഈ സോഴ്സ് ഫയലാണ് നമുക്കിവിടെ കാണുന്നത് അല്ലെ. അത് റിട്ടേൺ ചെയ്യണോ, അതൊരു ബ്ലോക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നോ, അതിന് ഡിലീറ്റ് ചെയ്യണോ, നമുക്കിവിടെ ചൂസ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നു, അതിന് റിട്ടേൺ അതുപോലെ തന്നെ അവിടെ നിന്നോട്ടെ എന്ന രീതിയിൽ ഞാൻ റിട്ടേൺ ചെയ്യുന്നു.
ഓക്കെ കൊടുത്തു. അപ്പോൾ ഒരു പോപ്പപ്പ് ഒന്ന് സേവ് ആയിട്ടുണ്ട് അല്ലെ. ഡെസ്ക്ടോപ്പിലേക്ക് ആ ഒരു ഫയല് സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഡെസ്ക്ടോപ്പിലേക്ക് ആ ഒരു ഫയൽ ഞാൻ സേവ് ആയി. ഞാൻ ജസ്റ്റ് ഒന്ന് എന്റെ സ്ക്രീൻ ഷെയർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഡെസ്ക്ടോപ്പിലേക്ക് ഞാൻ പോകുന്നു. 1200 സ്ക്വയർ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിടക്കുന്നുണ്ട് അല്ലെ. ബേസിക്കലി അതൊന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്തു കേട്ടോ. ഓക്കെ, ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ഫൈൻ, സ്ക്രീൻ കാണാണ്ടല്ലോ അല്ലെ നിങ്ങൾക്ക് എല്ലാവർക്കും. ആ ഒരു പ്ലാൻ മാത്രമായിട്ട് നമ്മൾ ഇതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ആവശ്യമുള്ള എലമെന്റിനെ മാത്രം ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഫൈൻ, ഓക്കെ എന്ന് വിചാരിക്കണം. XWB എന്നാണ് ഷോർട്ട് കീ. ഓക്കെ, ഒന്ന് ചാറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഉഷാറായി. ഓക്കെ, ക്ലിയർ അല്ല എന്നാണോ പറയുന്നത്? ഓക്കെ, എന്തായിരുന്നു അഭയ് നിഖിൽ നോ എന്ന് അയച്ചെന്തായിരുന്നു? ക്ലിയർ അല്ല എന്നാണോ? ഓക്കെ, അഭയ് കൃഷ്ണ, നിഖിൽ, ശ്രീജിത്ത്, ഹലോ കേൾക്കാനില്ലേ എല്ലാവർക്കും? ഹലോ ഹലോ ഓക്കെ, റൈറ്റ് ബ്ലോക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഫയൽ കിട്ടിയില്ല എന്ന് അടുത്ത് വെച്ചതാണ്. ഓക്കെ, സോറി. ഓക്കെ, ഫയൽ കിട്ടിയില്ല. ഓക്കെ, ഫയൽ തന്നെ അയച്ചു തരാം കേട്ടോ. ഓക്കെ, ഇഷ്യൂ ചെയ്യേണ്ട, ഞാനത് അയച്ചു തരാം. ഇതൊന്ന് കഴിയുമ്പോൾ നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. ഈ റൈറ്റ് ബ്ലോക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ ഫൈൻ, ഗുഡ്. ഓക്കെ, അപ്പൊ അങ്ങനെ റൈറ്റ് ബ്ലോക്ക് ചെയ്തൊരു കൺസെപ്റ്റ് അല്ലേ. അപ്പൊ ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് എടുത്തെടുത്ത് പോവാണ് മെയിൻ കണ്ടന്റ്. ഇനി ക്വിക്ക് സെലക്ട് എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ക്വിക്ക് സെലക്ട്, ഇതിൽ നിന്ന് എനിക്ക് ടച്ചിനൊക്കെ സെലക്ട് ചെയ്യണം, എന്നിട്ട് ഒന്ന് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ക്വിക്ക് സെലക്ട് എന്ന് പറയുന്ന സംഭവമാണ് QSE എന്നാണ് അതിന്റെ ഷോർട്ട് കീ. ക്വിക്ക് സെലക്ട്, QSE കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു ക്വിക്ക് സെലക്ടിന് ഒരു വിസാർഡ് തന്നെ നമുക്ക് ഓപ്പൺ ആയിരിക്കും, ഒരു ഓപ്ഷൻസ് ബാർ നമുക്ക് ഓപ്പൺ ആയിരിക്കും. എങ്ങനെയാണ് ഇതിനെ ക്വിക്ക് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പൊ എൻ്റയർ ഡ്രോയിങ്ങിന് എനിക്ക് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ചെറിയ റീജിയൻ മതി, ചെറിയൊരു ഏരിയയിൽ മാത്രം സെലക്ട് ചെയ്യാം. ഇതിന് എൻ്റയർ ഡ്രോയിങ് കൊടുത്തിട്ടോ. എൻ്റയർ ഡ്രോയിങ് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിൽ നിന്ന് എനിക്ക് മൾട്ടിപ്പിൾ എലമെന്റിന് അല്ല വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ എലമെന്റ് യൂസ് ചെയ്ത് ഒരു കളർ ബേസിൽ സെലക്ട് ചെയ്യാം. റെഡ് കളറുള്ള എല്ലാ എലമെന്റും എനിക്ക് സെലക്ട് ചെയ്യാം, ഇന്നർ ലെയറുള്ള എല്ലാ എലമെന്റും സെലക്ട് ചെയ്യണം, ഇന്നർ ലൈൻ ടൈപ്പിലുള്ളതെല്ലാം സെലക്ട് ചെയ്യണം. അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അതല്ലാതെ ഞാൻ എന്ത് കൊടുക്കുന്നു, എം ടെക്സ്റ്റ്, ഞാൻ ഇപ്പൊ ഇത് മൾട്ടി ലൈൻ ടെക്സ്റ്റ് ആയിട്ട് കൊടുത്തേക്കാന്നിരിക്കാം. എം ടെക്സ്റ്റ് വഴി ഞാൻ സെലക്ട് ചെയ്യാം. എം ടെക്സ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി പറഞ്ഞു കൊടുക്കണം കേട്ടോ. either ടെക്സ്റ്റിന്റെ ഹൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി അനുസരിച്ചാണ് അവർ എന്ത് ചെയ്യുക, ആ സിമിലർ പ്രോപ്പർട്ടിനൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എം ടെക്സ്റ്റ് എന്ന് ഞാൻ കൊടുത്തു. ഇവിടെ ഇതിന്റെ ഹൈറ്റ് അല്ലേ, നമുക്ക് നോക്കാം ഇതിന്റെ ഹൈറ്റ് എത്ര ഹൈറ്റ് വെച്ചിട്ടോ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ചെയ്യാം. എല്ലാവർക്കും ഹൈറ്റ് അറിയുന്ന പ്രോപ്പർട്ടി ആയിരുന്നു ഞാൻ അത് പറയുന്നു. ഓക്കെ, ഞാൻ ഇന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തു, സെലക്ട് ചെയ്തപ്പോൾ ഒരു കാണിച്ചു തരുന്നത് 20 എന്നാണ് ഇതിന്റെ ഹൈറ്റ്. മുകളിൽ നോക്കുക, 20 എന്നാണ് ഇതിന്റെ ഹൈറ്റ് അല്ലെ, 20 ആണല്ലോ. അപ്പൊ ഈ 20 എന്ന് പറയുന്ന ഹൈറ്റിൽ കൊടുത്തിരിക്കുന്ന എലമെന്റ്സ് എല്ലാം ഏത്, അല്ലെങ്കിൽ എല്ലാം സെലക്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ ഫൈൻ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, എസ്കേപ്പിലേക്ക് പോയി QSE, ക്ലിയർ. QSE എന്ന് പറയുന്നത് ക്വിക്ക് സെലക്ട് എന്നുള്ള കമാൻഡ് ആണ്. ക്വിക്ക് സെലക്ടിലേക്ക് പോയി ദെൻ എനിക്ക് വേണ്ട ടെക്സ്റ്റ് ആണ്. ഓക്കെ, എം ടെക്സ്റ്റ് മൾട്ടി ടെക്സ്റ്റ് ആണ്. അതിന്റെ ഹൈറ്റിന്റെ അടിസ്ഥാനത്തിൽ, ടെക്സ്റ്റ് ഹൈറ്റിന്റെ അടിസ്ഥാനത്തിൽ, ഓൺ ദ ബേസിസ് ഓഫ് ടെക്സ്റ്റ് ഹൈറ്റ് എനിക്ക് എന്ത് വേണം, ഒരു എലമെന്റ് സെലക്ട് ചെയ്യണം. നോക്കി, ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കൊടുക്കാം. ഇത് ടെക്സ്റ്റ് ഹൈറ്റ് 20 മുകളിലേക്കോ ടെക്സ്റ്റ് ഹൈറ്റ് 20 താഴേക്കോ 20 എന്നുള്ള കാര്യം കൊടുക്കുന്നു. അപ്പൊ ഒരു റീഡ് ചെയ്ത് പോവാം. ഒബ്ജക്ട് യു ഹാവ് ടു ടേക്ക് ഇസ് ആൻ എം ടെക്സ്റ്റ് ഒബ്ജക്ട് ഓൺ ദ ബേസിസ് ഓഫ് ടെക്സ്റ്റ് ഹൈറ്റ് വിച്ച് ഇസ് ഈക്വൽസ് ടു നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഒരു വാല്യൂ. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, എം ടെക്സ്റ്റ് ഹൈറ്റ് ഈക്വൽസ് ടു 20 എന്ന് പറയാം. അപ്പൊ 20 എന്ന് പറയുന്ന ടെക്സ്റ്റ് സൈസിലുള്ള എല്ലാ എലമെന്റും എനിക്ക് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. എൻ്റർ ചെയ്തു. നോക്കി, ഒരുപാട് എലമെന്റ് ഒരുമിച്ച് സെലക്ട് ചെയ്യണ്ടല്ലേ. ക്ലിയർ ആണല്ലോ, മനസ്സിലായോ? എല്ലാ ടെക്സ്റ്റിനും ഒരുമിച്ച് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റി. ഇതിനെ ഹൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ഓക്കെ, സിവിൽ 3D സോഫ്റ്റ്വെയർ ഹൈഡ് അല്ലെങ്കിൽ ഇതിൽ ചെയ്യാം. HID എന്ന് അടിച്ചു കൊടുക്കുക, എൻ്റർ കൊടുക്കുക. ഓക്കെ, സോറി, HID എന്ന് എൻ്റർ കൊടുക്കുക. ഞാൻ അതിനെ സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഒന്നുകൂടെ കാണിച്ചു തരാം. QS എന്ന് പറഞ്ഞു പോയി. ഓക്കെ, QSE എന്നതിലേക്ക് വന്നു, സെലക്ട് ചെയ്തു. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, അഗൈൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, എം ടെക്സ്റ്റ് എന്ന് സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമുക്കൊരു ടെക്സ്റ്റ് ആണ് വേണ്ടത് അല്ലെ. നമുക്ക് ഹൈറ്റ് എന്നുള്ള പ്രോപ്പർട്ടി അടിസ്ഥാനത്തിലാണ് നമ്മൾ വേണ്ടത് അല്ലെ. ടെക്സ്റ്റ് ഹൈറ്റ് സെലക്ട് ചെയ്തു, 20 എന്ന് വഴിയാന്നിരിക്കാം. 20. ഓക്കെ, 20 എന്ന് കൊടുത്തപ്പോൾ എല്ലാം സെലക്ട് ആയിട്ടുണ്ടല്ലേ. ഓക്കെ, 20 ഉള്ള എല്ലാ ടെക്സ്റ്റും സെലക്ട് ആയി. ഇനി നോക്കി, മൂവ് ചെയ്ത് നോക്കിയാൽ മൂവ് ചെയ്തു, ഇതാ എല്ലാ ടെക്സ്റ്റും ഒരുമിച്ച് മൂവ് ആവുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ മൂവ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി അതല്ല, ഓക്കെ, അത് സെലക്ട് ചെയ്യാന്ന് മാത്രമാണ് അവിടെ നമുക്ക് ചെയ്യാനുള്ള കാര്യം. അതിനെ ഹൈഡ് ചെയ്യാൻ വേറൊരു കമാൻഡ് ആണ്. ഹൈഡ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഹൈഡ് ആയി. ഒന്നുകൂടെ കാണിക്കാം. ഓക്കെ, ക്വിക്ക് സെലക്ട് എന്നുള്ള പ്രോപ്പർട്ടി QSE എന്ന് കൊടുത്തു. ഫൈൻ,
എനിക്ക് വേണ്ട അടിസ്ഥാനം എന്താണോ വേണ്ടത്. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് കൊടുത്തു, എനിക്ക് ലൈൻ ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് മൈൻഡിലേക്ക് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്, നിങ്ങൾക്ക് വർക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ എല്ലാതും പറഞ്ഞു തരുന്നതിന് ബെറ്റർ ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് കണ്ടന്റ് ആണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ പലരും യൂസ് ചെയ്യുന്നതാണ് ടെക്സ്റ്റ് ഹൈറ്റ് അല്ലെ. ടെക്സ്റ്റ് ഹൈറ്റ് എന്ന രീതിയിലേക്ക് പോയി ദെൻ എന്ത് ചെയ്യണം, വാല്യൂ ഈക്വൽസ് ടു 20 എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പൊ അതിനുള്ള എല്ലാം സെലക്ട് ആയി അല്ലെ. ഇതിനൊക്കെ എനിക്ക് ഹൈഡ് ചെയ്യണം. എനിക്ക് ഒറ്റ ഡയമെൻഷൻ 20 എന്നുള്ള ഡയമെൻഷൻ ഒന്നും കാണണ്ട. HID കൊടുക്കുക, ഹൈഡ് എന്താ, ഹൈഡ് ഒബ്ജക്ട്സ് കാണാണല്ലോ, ഹൈഡ് ഒബ്ജക്ട്സ് കൊടുത്ത് റെൻഡർ കൊടുത്ത് അതൊക്കെ ഹൈഡ് ആയി. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ ഇതിലൊന്ന് കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്ത് ഇവിടേക്ക് വെച്ച് വിചാരിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? അൺഹൈഡ് ചെയ്യാൻ UN എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അൺഹൈഡ് ഐസൊലേറ്റ് ഒബ്ജക്ട്സ് എന്ന് കാണിക്കും അല്ലേ. ഓക്കെ, ക്ലിയർ ആണോ? അതെടുത്ത ഒബ്ജക്ട്സ് വന്നു അല്ലേ. അപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ഇതിന് എന്ത് മാറ്റുക, ഗ്രൗണ്ട് ഫ്ലോറിന്റെ, ഓക്കെ ശ്രദ്ധിക്കട്ടെ, ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഫർണിച്ചർ പ്ലാൻ എന്നാക്കി മാറ്റാൻ പോവാ. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഫർണിച്ചർ പ്ലാൻ എന്നാക്കി മാറ്റാൻ പോവാ. ഗ്രൗണ്ട് ഫ്ലോർ ഫർണിച്ചർ പ്ലാൻ എന്നാക്കി. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫർണിച്ചർ പ്ലേസ് ചെയ്തൂടെ മനസ്സിലായോ? അപ്പൊ ക്വിക്ക് ആയിട്ട് ഇങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് പോകുക. ഫർണിച്ചർ പ്ലാൻ, ഗ്രൗണ്ട് ഫ്ലോറിന്റെ സെക്കൻഡ് ഫ്ലോർ പ്ലാൻ. ഓക്കെ, ഇതിന്റെ ഡയമെൻഷൻ ഒന്നും കാണിക്കണ്ട, ഫർണിച്ചർ ഫ്ലോറിൽ എന്ത് കാണിച്ചാൽ മതി, ഓക്കെ ഇതിന്റെ ഫർണിച്ചർ മാത്രം ഒന്ന് കാണിച്ചു പോവുക. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിന്റെ പ്ലാൻ ഉണ്ട്, വിത്ത് ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ, ഇനി നോക്കി നേരത്തെ പറഞ്ഞ അതേ പ്രോപ്പർട്ടി ഇതെല്ലാം ഒരു ലെയറിലേക്ക് ഇട്ട് കൊടുക്കണം എന്ന് തോന്നിയിരിക്കാം. QSC എന്ന് പറഞ്ഞിട്ട് പോവാം. ഓക്കെ, എല്ലാ ടെക്സ്റ്റ് ഹൈറ്റും അല്ലെ, മൾട്ടിപ്പിൾ അല്ല ടെക്സ്റ്റിൽ വരുന്ന എല്ലാ എലമെന്റിനെയും, ഓക്കെ ഞാൻ ടെക്സ്റ്റ് മൾട്ടിലൈൻ ടെക്സ്റ്റ് വരുന്ന എല്ലാ എലമെന്റിനെയും ടെക്സ്റ്റ് ഹൈറ്റ് എന്ന് കൊടുത്തു. ഓക്കെ, 20 എന്ന് പറയുന്ന എലമെന്റ് ഒക്കെ എനിക്ക് എന്തെങ്കിലും വേണം. ഓക്കെ, ഇവിടെ ലേയേഴ്സ് റിസീവ് ചെയ്യാനൊന്നും അറിയില്ല. ഓക്കെ, ഡയമെൻഷൻ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്, അതിലേക്ക് ക്ലിയർ ആണോ? ഇനിയിപ്പോ ലെയർ പ്രോപ്പർട്ടി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ലെയറിന് വേണമെങ്കിൽ തൽക്കാലം വേണമെങ്കിൽ ചെയ്യാം, ഓഫ് ഒക്കെ ചെയ്ത് വെക്കാം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ വരച്ചു കഴിഞ്ഞതിന് ശേഷം ക്വിക്ക് ആയിട്ട് സെലക്ട് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആണോ എല്ലാവർക്കും? QSE എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഹൈഡ് ഹൈഡ് അതിന് മാത്രമല്ല എവിടെ യൂസ് ചെയ്യാൻ നോക്കി, HIDE എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹൈഡ് ഒബ്ജക്ട്സ് എന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒബ്ജക്ട് ഹൈഡ് ആയി. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയുന്ന അറിയില്ല, സെലക്ട് സിമിലർ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എന്തുണ്ട്, സിമിലർ ആയിട്ടുള്ള എലമെന്റ്സ് സെലക്ട് ചെയ്യാം. സെലക്ട് സിമിലർ കൊടുത്തു കഴിഞ്ഞാൽ അതിനോട് സിമിലർലി അവർ ക്രിയേറ്റ് ചെയ്ത എല്ലാ എലമെന്റ്സും സെലക്ട് ആയി അല്ലേ. അതിനൊക്കെ ഹൈഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. സെലക്ട് സിമിലർ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്തതിനു ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെലക്ട് സിമിലർ എന്നുള്ള പ്രോപ്പർട്ടി ഇവിടെ കൂടി ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇത് ഹൈഡ് ചെയ്യാനുള്ള എലമെന്റ് ഓക്കെ ആണോ എല്ലാവർക്കും? ഹൈഡ് ചെയ്യാൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അല്ല. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു എലമെന്റിനെ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു അല്ലെ. ഡ്രോയിങ് എന്ന് പറയുന്ന ഒരു വ്യൂ ഞാൻ ക്രിയേറ്റ് ചെയ്തു. യെസ്, ഇനി ഇതേ വ്യൂ എനിക്ക് ഇവിടെ വേറൊരു ഫയലിലേക്ക് ഇട്ട് ഫർണിച്ചർ ചെയ്യാൻ പോകും ഞാൻ വേറൊരാൾ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ നമ്മൾ എവിടെ സേവ് ചെയ്തിട്ടുണ്ട് അല്ലെ. ക്ലിയർ അല്ലേ? ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും? യെസ് ഫൈൻ. ഓക്കെ, ഇനി ഞാനൊന്ന് സേവ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ എന്താ പേര് 1200 സ്ക്വയർ ഫീറ്റ് പ്ലാൻ എന്ന് പറയുന്ന ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതിന്റെ ബേസ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. വേറൊരാളുടെ ഡ്യൂട്ടിയാണ് എന്ത് ചെയ്യുക, ഇതില് ഫർണിച്ചർ ലേഔട്ട് ചെയ്യുക. അപ്പൊ XRF എന്ന് പറയുന്ന വളരെ എളുപ്പത്തിൽ ഒരു കമാൻഡ് ഞാൻ പറഞ്ഞുതരാം. XRF. ഓക്കെ, XRF എങ്ങനെ ചെയ്യാം? ഞാനൊരു പുതിയ ഫയൽ ഓപ്പൺ ആക്കി. ഓക്കെ, Drawing 3 എന്നുള്ള ഫയല്. ഓക്കെ, ഞാൻ XR എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വന്നു. XRF എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ടാവുക. ഈവൻ ലൊക്കേഷൻ സെറ്റ് ചെയ്യണതൊക്കെ XRF എന്നുള്ള കമ്പോണന്റ് യൂസ് ചെയ്യുക. ഗൂഗിൾ മാപ്പ് ഒക്കെ ടേൺ ഓൺ ചെയ്യാൻ പറ്റും. ഓക്കെ, XR എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തു. ദെൻ അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുക, ഒരു ഡ്രോയിങ് ഫയലിനെ അറ്റാച്ച് ചെയ്യാം. എനിക്ക് ഡ്രോയിങ് ഫയലിനെ അറ്റാച്ച് ചെയ്യാം, ഇമേജിനെ അറ്റാച്ച് ചെയ്യാം, എന്ത് ഫയൽ PDF-നെ അറ്റാച്ച് ചെയ്യാം. ഓക്കെ, ഇമേജിനെ അറ്റാച്ച് ചെയ്ത് നമുക്ക് ഈസി ആയിട്ടൊരു എന്താണോ വേണ്ടത് നമ്മളെ ട്രേസ് എടുത്ത് വരയ്ക്കാനായിട്ട് മതി. നമ്മൾ ട്രേസ് എടുക്കാറുണ്ടല്ലോ റെക്കോർഡ് ഷീറ്റ് ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ. റെക്കോർഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മൾ പ്ലസ് റെക്കോർഡ് ഷീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ട്രേസ് ഒക്കെ എടുത്ത് വരയ്ക്കാറുണ്ട് അല്ലെ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇമേജിനെ അറ്റാച്ച് ചെയ്യാം. ഇമേജിനെ അറ്റാച്ച് ചെയ്താൽ ആ ഇമേജിന് മുകളിലൂടെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, ആ ഒരു എലമെന്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കും. ഒരു സൈക്കിളിന്റെ ഇമേജ് ഒക്കെ ഇമ്പോർട്ട് ചെയ്ത് ചുമ്മാ അത് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, എനിവേസ് ഞാനിപ്പോ ഒന്ന് DWG ഒന്ന് അറ്റാച്ച് ചെയ്ത് കാണിച്ചാൽ, അറ്റാച്ച് DWG എന്ന ഓപ്ഷനിലേക്ക് പോയി. ഓക്കെ, ഏതാണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്? നമ്മളിവിടെ 1200 എന്ന് പറഞ്ഞാൽ 1200 പ്ലാൻ ഞാൻ അറ്റാച്ച് ചെയ്യാൻ പോകണം. ഓക്കെ, ഓപ്പൺ ചെയ്തു. ഓക്കെ ആണോ? അപ്പൊ ഞാൻ എവിടെ അതിന്റെ സ്കെയിൽ വേണമെങ്കിൽ ഇപ്പൊ അറ്റാച്ച് ചെയ്യുമ്പോൾ മാറ്റാം. സ്കെയിൽ 111 എന്ന് പറഞ്ഞാൽ അതേ വലിപ്പം. ഓക്കെ, അതേ സൈസ്. ഓക്കെ, അതിന്റെ ഇൻസെർഷൻ പോയിന്റ് എവിടെ വന്നത് വീഴണം, 000 എന്നുള്ള പോയിന്റ്, അതായത് 00 ഒറിജിനൽ അത് വന്ന് വീഴണം. ഓക്കെ, വേറെ ഒന്നും ഞാൻ പറയാനില്ല. റിലേറ്റീവ് പാത്ത് തന്നെ കൊടുത്തോട്ടെ, ഓവർലേ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ കൊടുക്കുക. അപ്പൊ എന്തായി, അതൊരു എലമെന്റ് ആയിട്ട് ഇവിടെ
അറ്റാച്ച് ആയിട്ടുണ്ട് അല്ലെ. കാണാണ്ടല്ലോ നിങ്ങൾക്ക് 1200 എന്ന് പറഞ്ഞാൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന പ്ലാൻ. നമ്മൾ ഇത് ശേഷം അത് ചെയ്തു അല്ലെ. ഓക്കെ, ഇനി ഞാൻ ഇതിനെ ഒരു മിനിറ്റ് ഒന്നുകൂടെ ഞാനൊന്ന് ഇതിനെ സേവ് ചെയ്തു. ഓക്കെ, ഫയൽ സേവ് ആസ് എന്ന് കൊടുത്ത് ഞാൻ ഇതിനെ പ്ലാനിൽ ഒന്നുകൂടെ സേവ് ചെയ്തു. യെസ്, ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നോക്കി ഞാനിപ്പോ ഒന്നുകൂടെ സേവ് ചെയ്തു അല്ലെ. അതിനെ ഇന്ന് ക്ലോസ് ചെയ്യണ്ടേ. ഇവിടെ നിങ്ങൾക്ക് താഴെ റൈറ്റ് സൈഡിൽ ഇതൊരു പോപ്പപ്പ് വന്നതാണോ. അപ്പൊ നമ്മൾ ആദ്യം നോർമൽ ആയിട്ട് 1 2 3 പ്ലാൻ എന്ന് പറഞ്ഞ് സേവ് ചെയ്തതാണ്. നീഡ് ഇവിടെ നീഡ് റിവിഷൻ ഒരു വാർണിംഗ് പോലെ കാണിക്കുന്നുണ്ട് അല്ലെ. അല്ലെ, ക്ലിയർ അല്ലേ. നീഡ്സ് റീലോഡിങ് കാണിക്കല്ലേ ഇവിടെ, നീഡ്സ് റീലോഡിങ്. അത് അർത്ഥം എന്താ, നമ്മളിപ്പോ ചെയ്തൊരു വർക്ക് ആരെങ്കിലും അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്റഫ് ചെയ്തതാണെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യെസ് എന്താണോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് എനിക്ക് മനസ്സിലായോ? മനസ്സിലായോണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ ഞാൻ ഇവിടെ ഒരാൾ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഒരു കമ്പോണൻസ് പ്ലേസ് ചെയ്ത് വിചാരിക്കുക. നമുക്ക് ഒന്ന് ശ്രദ്ധിക്കുക, ഇതിൽ നിന്ന് ഈ കമ്പോണൻസ് യൂസ് ചെയ്ത് അയാൾ എന്ത് ചെയ്യുന്നു, ഒരു എന്തൊക്കെ എക്സാമ്പിൾ പറയാം. ഏതെങ്കിലും ഒരു ഈ ഒരു ഫർണിച്ചർ അല്ലെങ്കിൽ ഈ ഒരു ഫർണിച്ചർ പ്ലേസ് ചെയ്യുന്നിരിക്കുക. കൺട്രോൾ സി, ഓക്കെ, ഇവിടെ ഈ ഒരു പ്ലാൻ കേട്ടോ, കൺട്രോൾ വിയിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു. അപ്പൊ ഞാൻ അതൊരു മാനേജർ നോക്കുന്ന കാര്യമായിരുന്നു. ഓക്കെ, ഇയാളത് നോക്കുകയാണ്, ഇയാൾ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. ഓക്കെ, അറിയില്ല, ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു വിചാരിക്കും തൽക്കാലം. ദെൻ അഗൈൻ ഇയാൾ എന്ത് ചെയ്യുന്നു, ഫയൽ സേവ് ആസ് പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡ്രോയിങ് എന്ന് പറഞ്ഞതിനെ അതിന്റെ മുകളിൽ ഒന്നുകൂടെ സേവ് ചെയ്തു. സേവ് ചെയ്തല്ലോ, ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലെ. 1200 എന്ന് പറഞ്ഞ ചേഞ്ച് വന്നു. ഡ്രോയിങ് 3 വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ പോലെ കിട്ടുകയാണ്, നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫയലില് ഓണർ എന്തോ ഒരു ചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പൊ ഒന്ന് റീലോഡ് കൊടുക്കുക. അപ്പൊ എന്തായി, ആ ചേഞ്ച് ഇവിടെ കാണാം. ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈസിലി നമുക്ക് ഇവിടെ എന്താണ് ഡ്യൂട്ടി അതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ വർക്ക് ചെയ്ത് മുന്നോട്ട് പോവാം. ഡയമെൻഷൻ ചെയ്യാനാണ് നമ്മുടെ ഡ്യൂട്ടി എന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ നിങ്ങൾക്ക് ഈ കാര്യം? എക്സ്റഫ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ, ഒരു ഇമേജിനെ എക്സ്റഫ് ചെയ്യാനും ഇത്ര തന്നെ ബുദ്ധിമുട്ടുള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഓക്കെ, ഒരു മിനിറ്റ്, 1 സെക്കൻഡ്. ഓക്കെ, ഓക്കെ, ഒരു ഇമേജ് ഇതിലൊരു ഇമേജ് കുഴപ്പമില്ല അല്ലെ. ഈ ഒരു ഇമേജ് ചുമ്മാ ഇതിലൊരു ഇമേജ് ഡൗൺലോഡ് ചെയ്യുന്നത് വിചാരിക്കാം കേട്ടോ. ഓക്കെ, സ്ക്രീൻ കാണാണെന്ന് വിചാരിക്കുന്നു. ഒരു ടെക്സ്റ്റ് ആയാലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തിട്ട് എലമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഏതാണ് നമുക്ക് വേണ്ട ഒരു എലമെന്റിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എടുക്കുന്ന റിവ്യൂ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിലൊന്ന് ചെയ്യാനായിരിക്കും സേവ് ഇമേജസ് കൊടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, ഞാൻ എന്റെ ഡെസ്ക്ടോപ്പിൽ ഓക്കെ എക്സാർ ഇമേജ് എന്ന് പറഞ്ഞ് സേവ് ചെയ്തു. ഓക്കെ, ദെൻ അഗൈൻ ഞാൻ ഓട്ടോകാഡിലേക്ക് വരുന്നു. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ വേറെ വിളിക്ക് പോകുന്നില്ല, ഇവിടെ തന്നെ വീണ്ടും എക്സ്റഫ് ചെയ്യാണ്. ഓക്കെ, ഒരു വീണ്ടും അറ്റാച്ച് എന്താണ് അറ്റാച്ച് ഇമേജ് എന്ന് കൊടുത്തു. ഡെസ്ക്ടോപ്പിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു, എക്സ്ആർ എന്ന് പറഞ്ഞ എക്സ്ആർ ഇമേജ് ഓപ്പൺ ആക്കി. ഓക്കെ, ഇത് 00 പോയിന്റിൽ വേണോ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന പോയിന്റിൽ വേണോ എന്നുള്ളതാണ്. ഓക്കെ, 00 പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഓക്കെ ഞാൻ ഇവിടെ ഒരു സ്പെസിഫൈ ഓൺ സ്ക്രീൻ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ കൊണ്ട് സ്പെസിഫൈ ചെയ്തു. ഓക്കെ, ക്ലിയർ ആണ്. സ്കെയിലും പറഞ്ഞു കൊടുത്തു അല്ലെ, കാണാണ്ടല്ലോ. നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഞാൻ വേറെ ഒന്ന് കൂടുതൽ വരയ്ക്കാൻ പോലില്ല, ഈ ഒരു ഇമേജിന് മാത്രം ഞാൻ വേഗം ഒന്ന് തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സർക്കിളോ അല്ലെങ്കിൽ നമുക്ക് എന്താണോ വേണ്ട എലമെന്റ്സ് എടുത്തൊന്ന് ക്രിയേറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ലൈൻ ഞാൻ ആദ്യം ചെയ്യണില്ല. ഓക്കെ, ലൈൻ എൻഡറിൽ പോയിട്ട് ഞാൻ ചെയ്താൽ ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇതിനെ വരച്ചെടുക്കാം. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ മുകളിലൂടെ വരച്ചതാ. ഇപ്പൊ ഞാൻ തൽക്കാലം ഇവിടുത്തെ ഒരു എലമെന്റോ ഏതാണ് എലമെന്റ് വേണ്ടത് വരച്ചെടുക്കാം. ഇനി ഇതിനെ അൺലോഡ് ചെയ്യാം, റീലോഡ് ചെയ്യാം. ഓക്കെ, അൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു എച്ച് മാത്രം ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു അല്ലെ, അതുകൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, വീണ്ടും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് റീലോഡ് ചെയ്യാം, അറ്റാച്ചോ ഡീഅറ്റാച്ച് ചെയ്യില്ല, റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാം അല്ലെ. ഒരു സർക്കിൾ പോയിന്റ് ചെയ്യാനാണെങ്കിൽ ഒരു സർക്കിൾ ഞാൻ പോയിന്റ് ചെയ്ത് ഇവിടുന്ന് ഒരു തൽക്കാലം സർക്കിൾ ഇങ്ങനെ വരച്ചു. നമ്മൾ മൂവ് ചെയ്യണോ, ഇതിനെ ഇതിന്റെ ക്വാഡ്രന്റിലേക്ക് എടുത്തിട്ടു. ഓക്കെ, ഫൈൻ, മൂവ് ചെയ്തു, ഇതിനെ ഇതിന്റെ ക്വാഡ്രന്റിലേക്ക് ഞാൻ മൂവ് ചെയ്ത് വെച്ചു. ഓക്കെ, ദെൻ അഗെയിൻ ഇതേ സെയിം സെന്ററിൽ തന്നെ വീണ്ടും സെന്റർ എന്നുള്ള ഒരു ഓപ്ഷനിൽ വന്നിട്ട് സർക്കിൾ ഞാൻ സ്പെസിഫൈ ആക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഫൈൻ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വരച്ചെടുക്കണമെങ്കിൽ എടുക്കാം. അത് ക്ലാരിറ്റി കുറവുള്ള ഇമേജ് ആണ്, പെട്ടെന്ന് ഒരു ഇമേജിനെ ഞാൻ ചെയ്തു കാണിച്ചെന്നുള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ആർക്കൊക്കെ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാം അല്ലെ. 3 പോയിന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ആർക്കൊക്കെ വരച്ച് ഇതിനെ സെറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഫൈൻ.
ക്ലിയർ ആണല്ലോ. ഞാൻ അധികം പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നില്ല. ഇതാ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഇതിന് വേണമെങ്കിൽ മിറർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പിന്നെ അതേ ഒരു എലമെന്റ് ആണെങ്കിൽ കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് വെച്ചാലും മതി. ഓക്കെ ഫൈൻ. നമുക്ക് ഏകദേശം ഒരു എച്ച് മാത്രം ഒന്ന് വേഗം ക്രിയേറ്റ് ചെയ്ത് കേട്ടോ. ഓക്കെ ഫൈൻ. എല്ലാവർക്കും ഇത് ഓക്കെ എന്ന് വിചാരിക്കും. F8 എന്ന് പറഞ്ഞ ഓപ്ഷൻ ചെയ്തു. ഓക്കെ എക്സ്റഫ് ചെയ്യാന്ന് പറയും കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഇമേജിനെ വേണമെങ്കിൽ ഇതിൽ നിന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഒരു ഹാച്ച് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു അല്ലേ. ഓക്കെ ഹാച്ച് അറിയാലോ എല്ലാവർക്കും, ഹാച്ച് ഒക്കെ എല്ലാവർക്കും അറിയാന്ന് വിചാരിക്കണം ഞാൻ. ഓക്കെ തൽക്കാലം എന്താ തൽക്കാലം ഒരു എച്ച് മാത്രമേ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ തൽക്കാലം ഞാൻ ഇതിന് എന്ത് ചെയ്യുന്നു, ഒന്ന് അൺലോഡ് ചെയ്യണു. ഓക്കെ എനിക്ക് ഇവിടെ ഒരു ഹാച്ച് കൊടുക്കണമെങ്കിൽ എച്ച് എൻ്റർ. ഓക്കെ അറിയാലോ അല്ലെ, ഹാച്ച് ട്രാൻസ്പാരൻസി ആരോ എനിക്ക് ചോദിച്ചു. ഹാച്ച് ട്രാൻസ്പാരൻസി ഇവിടെയാണ് കേട്ടോ, ഹാച്ച് ട്രാൻസ്പാരൻസി. ഓക്കെ സോളിഡ് കളർ ഏതായിരിക്കണം, കളർ റെഡ് ആയിരിക്കണം. ഓക്കെ ഞാൻ ഇവിടെ ഈ ഒരു പിക്ക് പോയിന്റ് എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പിക്ക് ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആണോ? ഓക്കെ മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ ആണോ? മനസ്സിലായോ? ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ ഞാൻ വീണ്ടും ഇവിടെ നിന്ന് ഹാച്ച് ചെയ്യാണ്. സോളിഡ് കളർ അതൊരു ബ്ലൂ ആയിക്കോട്ടെ. ഓക്കെ എനിക്ക് ഏതാണ് ബ്ലൂ എന്നൊരു ഐഡിയ ഇല്ല. ഓക്കെ ബ്ലൂ. ഓക്കെ ഫൈൻ. ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്ന് പറയാമോ? ഓക്കെ ഫൈൻ. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ വരച്ചെടുക്കാം. ഓക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഹീറോ എന്നുള്ള സ്ഥലത്ത് എന്ന് പറയുന്നത് എക്സ്റഫ് എന്നാണ് അതിനെ പറയാം കേട്ടോ. ഓക്കെ എക്സ്റഫ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു കാറിന്റെ ഇമേജ് ഒക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് വരച്ചിട്ട് നോക്കുക. ഓക്കെ ഒരുപാട് അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എക്സ്റഫ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ്റഫ് എന്ന് പറയുന്ന പുറത്തുനിന്നുള്ള എലിമെന്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് യൂസ് ചെയ്യാം. എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തി അത് കാണിക്കാൻ യൂസ് ചെയ്യാം. ഓക്കെ അതൊക്കെയാണ് എക്സ്റഫ് എന്ന് പറയുന്നതിന്റെ ഒരു ബെനിഫിറ്റ്. ഇത് ക്ലിയർ ആണ് എല്ലാവർക്കും? ക്വിക്ക് സെലക്ട്, എക്സ്റഫ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്ലാൻ ആയിട്ട് ജനറേറ്റ് ചെയ്ത് ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഞാൻ ക്വിക്കായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു തരികയാണ്. ഞാനിപ്പോ ഇവിടെ ഒരു സ്ക്വയർ ഫീറ്റ് പ്ലാൻ ഉണ്ടല്ലേ, ഇതിന്റെ എലിവേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊരു എലമെന്റ് ഉണ്ടെങ്കിൽ ഇതിന്റെ എലിവേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ ഇതിന്റെ ഒരു എലിവേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ റേ ലൈൻസ് എന്ന് പറയുന്ന ലൈൻ കമാൻഡിലേക്ക് പോയിട്ട് റേ. ഓക്കെ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ട് കിട്ടുന്നു. കണ്ടന്റ് കൂടുന്നതാവുന്നില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് പോകുന്നത് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായിട്ട് തന്നെ പോകുന്നില്ലേ? അല്ലെങ്കിൽ പറയാം. എക്സ്റഫ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ എല്ലാവർക്കും ഓക്കെ ആണല്ലോ അല്ലേ? ഞാൻ ആ ഫയൽ കൂടെ ഒന്ന് അയച്ചു തരാം, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ. ആ ഫയൽ അയച്ചു തരുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടും. ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ ഒരു എലിവേഷൻ, അതിൽ ഏതൊരു എലമെന്റ് ആയിക്കോട്ടെ എലിവേഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. നമ്മൾ മാനുവലി ഇവിടെ എലിവേഷൻ ക്രിയേറ്റ് ചെയ്യണം. അത് നമുക്ക് ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. മാനുവലി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒറ്റയ്ക്കല്ല എലിവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ റേ ലൈൻസ് നമ്മൾ പഠിച്ചിട്ടില്ലേ. റേ ലൈൻസ് യൂസ് ചെയ്ത് ഞാനൊരു എലിവേഷൻ സെക്ഷനിലേക്ക് മുകളിൽ എലിവേഷൻ മാത്രം ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ ഞാൻ ഓരോ ലൈൻസിനെയും ഇതുപോലെ ഇവിടുന്ന് എന്തൊക്കെ നമുക്ക് ഇവിടുന്ന് മുകളിലേക്ക് കാണാൻ പറ്റുമോ ഓരോ ലൈൻസിനും ഇതുപോലെ എന്ത് ചെയ്യണം, മുകളിലേക്ക് പ്ലോട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ റേ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും, ദെൻ അത് അവിടുന്ന് കണ്ടിന്യൂ ചെയ്യും. ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, അവിടുന്ന് അത് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ദെൻ കണ്ടിന്യൂ ചെയ്യും, ദെൻ ഇവിടെയും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ ഒരു എലിവേഷൻ ആണ്. അപ്പൊ എനിക്ക് രണ്ട് ലൈനിന്റെ ആവശ്യമില്ല. ഓക്കെ ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന എലമെന്റ്സ് നോക്കുക. നമ്മൾ ഇവിടെ നിന്നാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന എലമെന്റ്സ് മാത്രം വരച്ചാൽ മതി. ഓക്കെ തൽക്കാലം ഞാൻ പെട്ടെന്ന് ഒരു എലിവേഷനിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് തരാം. ഓക്കെ ഇങ്ങനെയാണ് മാനുവലി നമ്മൾ എന്ത് ചെയ്യണം, ഡ്രാഫ്റ്റ് ചെയ്തെടുക്കുക തന്നെ വേണം എലിവേഷൻ. ഓക്കെ മനസ്സിലായോ? മാനുവലി എലിവേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡ്രാഫ്റ്റ്. ഇതൊരു മെക്കാനിക്കൽ എക്യുപ്മെന്റ് ആയാലും തന്നെ കേട്ടോ. മെക്കാനിക്കൽ എക്യുപ്മെന്റ് ആണെങ്കിൽ എന്താ, ഒരു റെക്ടാങ്കിളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റെക്ടാങ്കിളോ അതിൽ ഒരു കട്ട്സോ ഹോള് ഇതൊക്കെയാണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും റേ ലൈൻസ് വഴി മുകളിലേക്ക് ഇങ്ങനെ എടുക്കുന്നു. ഓക്കെ റേ ലൈൻസ് വഴി ഇവിടെ മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ നമ്മൾ ഇതിനെ മുകളിലേക്ക് എടുക്കുക, എന്നിട്ട് അവിടെ വരയ്ക്കുക. അതായത് കൺസെപ്റ്റ് തന്നെ ഇവിടെ കാണിച്ചത്. നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ബേസ് ലൈൻ ഞാൻ കൊടുക്കുകയാണ്. ഇതാണ് ഗ്രൗണ്ട് എന്ന് വിചാരിക്കുക. സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഗ്രൗണ്ട് ലൈൻ കൊടുക്കുന്നു. ഇനി ഇതിന്റെ ഹൈറ്റ് വാല്യൂ നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് സിവിൽ റിലേറ്റഡ് ആയിട്ട് ചിന്തിക്കും, നമുക്ക് ഇതിന്റെ ഹൈറ്റ് വാല്യൂ നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. എങ്കിൽ മാത്രമേ ഇതൊരു ടോപ്പ് വ്യൂവില് ഒരു സ്ലിറ്റ് കൊടുത്തിരിക്കുന്ന ഒരു എലമെന്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ സ്ലിറ്റ് കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിലൂടെ ഒരു എന്താണ് നടുക്കിലൂടെ ഒരു ഹോള് പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ മെക്കാനിക്കൽ എക്യുപ്മെന്റ്. ഓക്കെ ഇതെങ്ങനെ എലിവേഷനിൽ കാണാം. എലിവേഷനിൽ കാണുമ്പോൾ ഇതെന്താ, റേ ലൈൻസിന് ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യണം, പ്ലോട്ട് ചെയ്യണം. ഓക്കെ റേ ലൈൻസ് നമ്മൾ ഓട്ടോമാറ്റിക്കലി പ്ലോട്ട് ചെയ്യണം. ഇവിടുന്ന് മുകളിലേക്ക് അഗെയിൻ ഇവിടുന്ന് മുകളിലേക്ക്. മെക്കാനിക്കൽ ഓർഗൻസ് ഒന്നുകൂടെ വരയ്ക്കാൻ കുറച്ചുകൂടെ വലുതായിരിക്കും. ഓക്കെ ഇവിടുന്ന് മുകളിലേക്ക് ആണല്ലോ അല്ലെ. ഇനി എന്ത് ചെയ്യും, നമ്മൾ നോർമലി കാണിക്കാൻ വേണ്ടി ഒരു ലൈൻ കൊടുക്കും അല്ലെ. ഇതാണ് സ്റ്റാർട്ടിംഗ് ലൈൻ. ഇതിന്റെ ഹൈറ്റ് ടോപ്പ് വ്യൂ എന്നാ കാണുന്നത്. അതിന്റെ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഈ ഹൈറ്റ് എത്ര നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവും. എല്ലാം എന്റെ അതിലൊരു ഓഫ്സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു 250 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഓഫ്സെറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ
ഫൈൻ. ഇവിടെ എത്രയാണോ നമുക്ക് ഓഫ്സെറ്റ് വരുന്നത് ആ ഒരു ഓഫ്സെറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനൊരു ഓഫ്സെറ്റ് എൻ്റർ ചെയ്തിട്ട് ഒരു 150 എന്ന് പറഞ്ഞൊരു ഓഫ്സെറ്റ് 150 എൻ്റർ ചെയ്യുന്നു. ഇവിടെ നിന്ന് മുകളിലേക്ക് അല്ലേ, ജസ്റ്റ് ഒരു ഇമാജിനേഷൻ കേട്ടോ. ഓക്കെ, ഇവിടെ എന്തായിരിക്കും, ഇവിടെയും മുകളിലേക്ക് ഒരു എലമെന്റ് സ്ലിറ്റ് പോലെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ ആയിട്ട് കാണിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇവിടുന്ന് മുകളിലേക്കാണ് ഒരു എലമെന്റ് എന്നുണ്ടെങ്കിൽ അഗെയിൻ എന്ത് ചെയ്യേണ്ടി വരും, എൽ എൻ്റർ എന്ന് കൊടുക്കുക അല്ലെങ്കിൽ ഓഫ്സെറ്റ് എന്ന് കൊടുക്കുക. ഇത് വേണ്ടത് 180 വിചാരിക്കുക. ഓക്കെ, ഇവിടുന്ന് മുകളിലേക്ക് കൊടുക്കുക. അപ്പൊ ആകെ ഒരു പ്രശ്നമായിട്ട് വന്നില്ല. ഇതൊന്ന് ട്രിം ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എലമെന്റിന്റെ ഒരു ഔട്ടിലേക്ക് എത്തിക്കുക. കണ്ടോ, ഇത് എലമെന്റിന്റെ ഇത് എന്തിനു വേണ്ടി ഉപയോഗിച്ചതാ, വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിച്ച ഫയലുകളാണല്ലേ. ഓക്കെ, ആ ഒരു എലമെന്റിന്റെ ഔട്ടിലേക്ക് നമ്മൾ എത്തിയതാ ഇങ്ങനെ. കണ്ടോ, നമുക്ക് വേണ്ട ഇതേപോലെ തന്നെ സിവിലിന്റെ പ്ലാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ ഓക്കെ, ഞാൻ ട്രിം ചെയ്യണു, ഈ എലമെന്റ്സിനെ വേണ്ട. ഓക്കെ, ഇവിടെ ഈ ലൈൻ വേണ്ട അല്ലെ. അപ്പൊ ഈ എങ്ങനെ കട്ട് ചെയ്യണം, എവിടെ കട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ ഇത്? ഇതാ ഞാൻ ഇവിടെ ഒന്ന് കട്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞ ഒരു സിംഗിൾ ഒരു എലമെന്റ് മുകളിൽ നോക്കുമ്പോൾ ഒരു ഹോൾ ആയിട്ടാണ് ഫീൽ ചെയ്യണമെങ്കിൽ സെയിം സ്പോട്ടിൽ തന്നെ ഇവിടെ എന്തുണ്ടാവും, സെന്ററിൽ ഇവിടെ ഒരു മെഷർ ഒന്നും ഞാൻ പറയുന്നില്ല, ഈ ഒരു വാല്യൂ ഇതാ ഇങ്ങനെ ഒന്ന് നിൽക്കുന്നുണ്ടാവും. ഓക്കെ, ക്ലിയർ ആണ്. ഇത് അഗെയിൻ നമ്മൾ എന്ത് ചെയ്യാം, പ്ലോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്താണ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പൊ ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഓക്കെ ഇത് റേ ലൈൻസ് ആയിരുന്നു അല്ലെ നമ്മുടെ, അല്ലെ. ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഇത്രേ കാണുന്നുള്ളൂ. ഓക്കെ, ഇതെന്താണ്, ഒരു ഉള്ളിൽ വന്നതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡോട്ടഡ് ലൈൻ ആയിട്ട് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഡോട്ടഡ് ലൈൻ ആയിട്ട് കാണിച്ചു കൊടുക്കുന്നു. ഞാൻ അതിന്റെ പ്രോപ്പർട്ടി ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് എന്ത് മാറ്റണു. ഓക്കെ, ഐഡി കിട്ടിയെന്ന് ചോദിക്കുന്നു എല്ലാവർക്കും. ഓക്കെ ഓക്കെ ഓക്കെ, പ്രോപ്പർട്ടി ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, ഇപ്പൊ എപ്പോഴും ചെയ്ത് കൊടുത്താൽ ഞങ്ങൾ ഇതാ അപ്പൊ അങ്ങനെ ഒരു പ്ലാൻ വ്യൂ ആയിട്ട് എടുക്കാം. ഇത് മാനുവലി നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തത് അല്ലെ, മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ തന്നെ ഒരു പ്ലാനിലാണെങ്കിൽ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞു, ഒരു ഓഫ്സെറ്റ് ചെയ്തു, ഞാനൊരു 450 എന്നുള്ള ഓഫ്സെറ്റ് ചെയ്തു. ഓക്കെ, ഈ ഒരു എലിവേഷനിലേക്ക്, ഈ ഒരു വീടിന്റെ ഒരു എലിവേഷനിലേക്ക് നമുക്ക് എങ്ങനെ എത്താം എന്നൊരു കൺസെപ്റ്റ് ആണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു എലിവേഷൻ ആണ് വിചാരിക്കുക. ഓക്കെ, മനസ്സിലായോ? അതിലേക്ക് എങ്ങനെ എത്താം, ഇതിൽ വാല്യൂസ് ഡയമെൻഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. തൽക്കാലം ഞാൻ വേഗം ഒന്ന് കാണിച്ചു തരാം. ഇവിടത്തെ എല്ലാം ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരുന്നു കേട്ടോ. ഇവിടെ ഒരു വിൻഡോ ഉണ്ട് അല്ലെ, അപ്പൊ ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഉള്ളിൽ ഒരു വിൻഡോ നമ്മൾ പ്ലേസ് ചെയ്യണം. ഓക്കെ, ഇതാ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇതാ നിങ്ങൾക്ക് സ്ക്രീൻ കാണാനുണ്ടോ എല്ലാവർക്കും? ഇതാ ഇതെങ്ങനെ ഒരു എലിവേഷനിലേക്ക് എത്തിയതാണ് എക്സാമ്പിൾ ആണ്, അതുകൊണ്ടോ. ഓക്കെ, ഇതിന്റെ എലിവേഷൻ എന്ന് പറയുന്നത് ഓക്കെ ശ്രദ്ധിക്കുക, ഇതിന്റെ എലിവേഷൻ എന്ന് പറയുന്നത് ഈ സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് ഓരോ എലമെന്റ്സിനെയും ഇങ്ങനെ പ്ലോട്ട് ചെയ്തിട്ടാണ് ഈ സെക്ഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ സെക്ഷൻ ലൈൻ കാണുമ്പോൾ ഈ വിൻഡോ ഇവിടെ കാണാം അല്ലെ, അപ്പൊ എന്ത് ചെയ്തു, ഞാൻ റേ ലൈൻ ആയിട്ട് ഇവിടെ വരച്ചു. കണ്ടോ, ക്ലിയർ ആണല്ലോ? അഗെയിൻ ഇവിടെയും ഒരു റേ ലൈൻ ആയിട്ട് ഇവിടെ വരച്ചു. ഈ ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്ക് റേ ലൈൻ ആയിട്ട് 90 ഡിഗ്രിയിൽ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം പാസ് ചെയ്ത് പോകുന്നത് കറക്റ്റ് ആയിട്ട് പാസ് ചെയ്ത് പോയിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചതിന് ശേഷം ഇവിടുന്ന് മുകളിലേക്ക് വരച്ചു, ഇവിടുന്ന് മുകളിലേക്ക് വരച്ചു. ഓക്കെ, വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു ഡോറിനെ കൊണ്ടുവന്ന് വെക്കുകയാണ്. ഒരു ലൈൻ, ഒരു വെർട്ടിക്കലി ഒരു ഹൊറിസോണ്ടലി ഒരു ലൈൻ വരച്ചു, ഇതിനുള്ള ഹാച്ച് ആണെന്ന് പറഞ്ഞ് കാണിച്ചു, ഇതൊക്കെ ചെയ്ത് കാണിച്ചു. ക്ലിയർ ആണോ? ഇങ്ങനെ മാനുവലി ഇതെങ്ങനെ കൊണ്ടു പ്ലേസ് ചെയ്ത് എങ്ങനെയാണ്, അതിനാണ് ഞാൻ എക്സ്റഫ് നിങ്ങൾക്ക് വീണ്ടും പഠിപ്പിച്ചത് അല്ലെ. എക്സ്റഫ് എന്ന് പറയും, എക്സ്റഫ് അല്ല, ബ്ലോക്ക്. ചിലപ്പോൾ ഇവിടെ എനിക്ക് ഈ ഡോറ് മതിയായിട്ട് വരില്ല, വീതി കൂടണം, ഹൈറ്റ് കുറയണം, അങ്ങനെ പല കണ്ടീഷൻസ് ഉണ്ടാവും അല്ലെ. ആ കണ്ടീഷന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്ത ഒരു എലിവേഷൻ അല്ലെങ്കിൽ ഒരു സെക്ഷൻ, ഇതൊരു എലിവേഷൻ ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഓരോ പോയിന്റിനെയും ഇവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തൽക്കാലം ഒന്ന് വേഗം കൊണ്ടിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാ ഇതിനടുത്തോടെ വെച്ചാലും മതി അല്ലേ. ഇതിന്റെ സെയിം പോയിന്റിൽ തന്നെ ഞാൻ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് ചെയ്താൽ ഓക്കെ, ഇതാ ഇതിന്റെ സെയിം എലമെന്റിൽ തന്നെ ഞാൻ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കണ്ടോ, ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്നാണ് ഞാൻ ഇതിനെ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു വിൻഡോ ഇവിടെ കാണാം, ഈ ഒരു ഡോർ ഇവിടെ കാണാം, ഈ ഒരു വിൻഡോ. അപ്പൊ ഇതെല്ലാം ലൈൻസ് ഇങ്ങനെ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇവിടെ ഓരോ എലമെന്റ്സ് കൊണ്ടു നോക്കി, ഇവിടെ ഹാച്ച് കാണിച്ചു, അത് മാത്രമേ ചേഞ്ച് ഉള്ളൂ. ഓക്കെ, ഇവിടെ സ്റ്റെപ്പ് കാണിച്ചാൽ എങ്ങനെയായിരിക്കാം, എൻഡിയർലി 2 ലൈൻ കൊടുത്തു അല്ലെ. ഈ ഹൈറ്റ് അനുസരിച്ച്, അത് സിവിൽ സെഷനിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുന്നു. ഹൈറ്റ് കൊടുത്ത് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു എലിവേഷൻ എന്നുള്ള വാല്യൂ 2 ലൈൻസ് ഒക്കെ മാർക്ക് ചെയ്ത് വരച്ചു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഓട്ടോകാഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ ഒരു എന്ത് ക്രിയേറ്റ് ചെയ്യാം, ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിക്കും. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഒരു എലിവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വിചാരിക്കും. ഇതേ സെയിം കേസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഏത് സോഫ്റ്റ്വെയർ ഒന്ന് വേഗം ഞാൻ ക്വിക്കായിട്ട് കാണിച്ചു തരാം. കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇതൊരു ക്രിയേറ്റ് സ്ക്രീൻ കാണുന്നുണ്ട് എല്ലാവർക്കും. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, റോബോറ്റ് സോഫ്റ്റ്വെയർ അറിയുന്നതായിരിക്കും എല്ലാവർക്കും. ഓക്കെ, ഞാനൊരു വാള് മാത്രം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിലും
അതാണ് നമുക്കൊരു മോഡേൺ സോഫ്റ്റ്വെയർസിന്റെ കൂടെയുള്ള ഉപകാരം. ഓക്കെ, ഞാനൊരു വാൾ മാത്രം ഇങ്ങനെ ജസ്റ്റ് ഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, ഓക്കെ, വാൾ എന്ന് പറയുന്ന കമ്പോണൻസ് ഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാ അല്ലെ, കുറച്ച് ലൈൻസ് മാത്രമായിട്ട് ഞാൻ പെട്ടെന്ന് വരച്ചു പോകാം അല്ലെ. എനിക്ക് ഇവിടുന്ന് ഒരുപാട് പ്രീ ഡിഫോൾട്ട് ആയിട്ടുള്ള എലമെന്റ്സ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഓക്കെ, നമുക്ക് വെറുതെ ഓരോന്നും എടുത്ത് വെക്കേണ്ട, അവിടെ എല്ലാം പ്രീ ഡിഫോൾട്ട് ആയിട്ടുള്ള എലമെന്റ്സ് ഇവിടെ ഉണ്ട്. അതാണ് അതിന്റെ മെയിൻ. നമ്മൾ ബ്ലോക്ക് പഠിച്ചില്ലേ അതുപോലെ. ഓക്കെ, അതുപോലത്തെ എലമെന്റ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. ഞാൻ അത് റെഫറൻസിലേക്ക് വേണ്ടി മാത്രം ഒന്ന് കാണിച്ചു തരുന്നു. ഓക്കെ ഫൈൻ. ഓക്കെ, ഞാൻ ജസ്റ്റ് വിൻഡോ പോലെ ഒന്ന് ഇതിലേക്ക് എലമെന്റ്സ് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഫൈൻ. ഓക്കെ ഫൈൻ. One second. ഇതിന്റെ സെക്ഷൻ ഒന്ന് വേഗം കാണിച്ചു. എങ്ങനെയാണ് സെക്ഷന്റെ വ്യൂ എങ്ങനെയായിരിക്കും എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം, എന്താണ് സെക്ഷൻ എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് വേണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഇതാ ഞാൻ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. കുറച്ച് ഫർണിച്ചർ ഒക്കെ നമ്മൾ ഡ്രൈവ് ബ്ലോക്ക് ചെയ്ത് 3D ബ്ലോക്കുകളാണ്, അത്ര മാത്രം ചേഞ്ച് ഉള്ളൂ. കുറച്ച് ഫർണിച്ചറുകളൊക്കെ ഞാൻ ഒന്ന് അലൈൻ ചെയ്ത് ഇടുന്നുണ്ട്. ഓക്കെ, ഇതാ ഇത്ര ഉള്ളൂ കേട്ടോ. ഇവിടെ ഒരു ഡോർ ഞാൻ വെക്കട്ടെ. ഓക്കെ, ഡോർ ഞാൻ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇതാ ഡോർ എങ്ങനെ ലേഔട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ ഇതിന്റെ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ എലിവേഷൻ എടുക്കാന്ന് പറഞ്ഞാൽ വലിയ പാടില്ല. ഓക്കെ, ഇവിടെ എലിവേഷൻ ഓൾറെഡി ഓൺ ആണ്. ഓക്കെ, ഇതാ ഇതിൽ പോയി കഴിഞ്ഞാൽ എലിവേഷൻ ആയി. പ്രത്യേകിച്ച് ചെയ്യേണ്ടല്ലോ, ഓട്ടോമാറ്റിക്കലി അതിന്റെ 3D ഹൈറ്റ് ഡെവലപ്ഡ് ആണ്. ഇനി അതിന്റെ സെക്ഷൻ ആണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് അല്ലെ. എളുപ്പത്തിൽ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം, സെക്ഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതാ ഞാൻ ഇന്റർഓപ്പറബിലിറ്റി എന്ന് പറഞ്ഞു അല്ലെ. ഇന്റർഓപ്പറബിലിറ്റി ഞാൻ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത്ര ഉള്ളൊരു വിത്തിൻ 3 seconds കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. സെക്ഷനിലേക്ക് ഞാൻ വന്നു. ഓക്കെ, ഇനി ഇത് ഇന്റർഓപ്പറബിലിറ്റി സോഫ്റ്റ്വെയർ തമ്മിലുള്ള ഇന്റർഓപ്പറബിലിറ്റി വളരെ ഉപകാരമുള്ളതാണ്. എനിക്ക് എന്ത് ചെയ്തതിനെ ഓട്ടോകാഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ എഡിറ്റ് ചെയ്താലും എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. എക്സ്പോർട്ട് എന്ത് ചെയ്യുന്നു, കാറ്റ് ഫോർമാറ്റ് ഞാൻ ചുമ്മാ ഒന്ന് എക്സ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തൽക്കാലം ഞാൻ ഈ ഒരു സെക്ഷനെ മാത്രം ഒന്ന് എക്സ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സെക്ഷനെ മാത്രം ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, വേറെ ഒരു വ്യൂസും എനിക്ക് വേണ്ട. ഞാൻ അതിനെ സെക്ഷൻ മാത്രം അല്ലെ, സെക്ഷൻ 1 എന്ന് സെക്ഷൻ മാത്രം ഒന്ന് എക്സ്പോർട്ട് ചെയ്ത് ഓട്ടോകാഡിലേക്ക്. അപ്പൊ ആ ഒരു ഔട്ട് ഫയലിന്റെ ഉള്ള വ്യത്യാസം, ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാൻ. ഓക്കെ, അപ്പോൾ അഡ്വാൻസ് സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ പ്രത്യേകത അതാണ്. ഞാൻ അതിനെ അതേ സെയിം സോഫ്റ്റ്വെയർ തന്നെ എനിക്കൊന്ന് ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഓപ്പൺ എന്ന് പോയി ഡെസ്ക്ടോപ്പിലേക്ക് വന്ന് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഒരു ഫയൽ ഒന്ന് ഓപ്പൺ ആക്കുന്നുണ്ട്. ഓക്കെ, സെക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, കണ്ടോ, നമ്മൾ അവിടെ സിംപ്ലി വരച്ചത് നമുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ലൈൻസ് ആയിട്ട് ഇങ്ങനെയാണ് സെക്ഷൻ കാണിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ വരച്ച ഫയലിലെ ഓരോ ലേയേഴ്സ് ആയിട്ട് വെച്ചാൽ എത്രമാത്രം ഒരു ഔട്ട്ലുക്ക് വരുന്നുണ്ട്. ചെറിയൊരു 1 second കൊണ്ട് നമ്മൾ എത്രമാത്രം സെക്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, മാനുവലി എല്ലാ ഫർണിച്ചർ അടക്കം നമുക്ക് ചിലപ്പോൾ കാണിക്കേണ്ടി വരാം. അത് എന്ത് ചെയ്യാം, ഈസിലി വേറെ സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നോക്കി, ഇവിടെ ലെയറുകളായിട്ട് സ്പെസിഫൈ ചെയ്യണോ, ഇതുപോലെ വേണം നമ്മുടെ ഡ്രോയിങ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് വരയ്ക്കാൻ. ലെയറുകളായിട്ട് സെക്ഷൻ ക്രിയേറ്റ് ചെയ്ത് വേണം വരയ്ക്കാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ഫയൽ ഒന്ന് അയച്ചു തരുന്നുണ്ട്. ഓക്കെ, ഈ കമ്പോണൻസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പോണൻസിന്റെ ഫയൽ അയച്ചു തരാം. ഓക്കെ, ഈ ഒരു പ്ലാനും ഞാൻ അയച്ചു തരാം. ഇതിനെ നോക്കി ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നോക്കുക. മെക്കാനിക്കുകാർക്ക് ഞാനൊരു ഫയൽ കൂടെ ഞാൻ അയച്ചു തരാം. ഓക്കെ, അത് നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. ക്ലിയർ ആണോ? ഒരു എലിവേഷൻ സെക്ഷൻ. എന്നിട്ട് നമുക്ക് നാളെ, ഓക്കെ, ട്യൂസ്ഡേ നമുക്ക് ക്ലാസ് ഉണ്ടാവില്ല, വെനസ്ഡേ നമുക്ക് എന്ത് ചെയ്യാം, പ്ലോട്ടിംഗ് എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കും. എങ്ങനെ ഒരു PDF ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. പലരും പ്ലോട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കണ്ടിരിക്കുന്ന ഒരു വ്യത്യാസം എന്ന് വെച്ചാല്, ഒന്ന് ഡെഫ് പോയിന്റ്സ് എന്ന് പറയുന്ന ലെയർ പ്ലോട്ട് വരില്ല. രണ്ടാമത് ഇവിടെ പ്ലോട്ട് ഓഫ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ലെയേഴ്സിനെ പ്ലോട്ട് ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നോക്കി, ഡെഫ് പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഡെഫ് പോയിന്റ്സ് എന്ന് പറയുന്ന ലെയർ ഒരിക്കലും നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ നിങ്ങൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇവിടെ പ്ലോട്ട് ഓഫ് ആണോ, വേറെ ഏതെങ്കിലും ലെയറിന് പ്ലോട്ട് ഓഫ് ആണോ ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ പ്ലോട്ട് ചെയ്ത് നമുക്ക് നാളെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഞാൻ നിങ്ങൾക്ക് ഈ 2 ഫയലും ഇപ്പോൾ തന്നെ ചാറ്റിലേക്ക് ഒന്ന് സേവ് ഇടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ചാറ്റിലേക്ക് ഇടാം. ഇനി 1 second. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയോ എല്ലാവർക്കും? ഐഡിയ കിട്ടിയോ എല്ലാവർക്കും? നിങ്ങൾ പറയുമ്പോഴേക്കും ഞാൻ ചാറ്റിലേക്ക് ഇടാം. എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ നമ്മൾ XREF എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞു, ബ്ലോക്ക് ഇൻസേർട്ട് പറഞ്ഞു, എങ്ങനെ ബ്ലോക്ക് ചെയ്യാന്നുള്ള കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഓക്കെ, ഫൈൻ ഫൈൻ. ഓക്കെ, ഞാൻ ഇനി ഇതിലേക്ക് ആ ഒരു ഫയൽ കൂടെ ഒന്ന് അയച്ചു തന്നേക്കാം. നിങ്ങളത് യൂസ് ചെയ്യുക. നിങ്ങളൊരു ഇൻഫോർമേഷൻ വേണ്ടി ഒരുപാട്
ഒരുപാട് കമ്പോണൻസ് അതിലുണ്ട്. നിങ്ങളുടെ ഇൻഫർമേഷൻ വേണ്ടി അയക്കുകയാണ് നല്ല രീതിയിൽ യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കൊരു ഉപകാരമാവട്ടെ. കമ്പോണൻസ് മാത്രം ഞാൻ അയച്ചു തരുന്നുണ്ട്. കമ്പോണൻസും ആ പ്ലാനും ഞാൻ അയച്ചു തരാം കേട്ടോ. കമ്പോണൻസ് എന്ന് പറഞ്ഞ ഫയലും പ്ലാൻ എന്ന് പറഞ്ഞൊരു ഫയലും ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പോ അതൊന്ന് എല്ലാവരും ഡൗൺലോഡ് ചെയ്യുന്ന കുറച്ച് KB തന്നെ ഉള്ളൂ. ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. 1 2 3 പ്ലാൻ എന്ന് പറഞ്ഞ് സേവ് ചെയ്യുന്നുണ്ടല്ലോ ഒരെണ്ണം. അതുകൂടെ ഞാൻ എടുത്തുതരാം. പ്ലാൻ ഒന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് കിട്ടും കേട്ടോ. എല്ലാവർക്കും ആ ഫയൽ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കുക, നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ഇഷ്യൂസ് ഒന്നും ഇല്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഒന്ന് മെസ്സേജ് അയക്കുക. നമ്പർ ഉണ്ടല്ലോ എല്ലാവരുടെയും, മെസ്സേജ് അയക്കുക. ഓക്കെ, ആ ഫയൽ ഒന്ന് നോക്കുക. ഒരു എലിവേഷൻ ആൻഡ് സെക്ഷനിലേക്ക് പറയാനുള്ള ഒരു എലിവേഷൻ അറ്റ്ലീസ്റ്റ് ആ ഫയൽ നോക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് റെയിൽ ലൈൻ യൂസ് ചെയ്ത് എന്ത് ചെയ്യാം, പ്ലോട്ട് ചെയ്യാം. ഓക്കെ, അഡ്വാൻസ് സോഫ്റ്റ്വെയർ നമുക്ക് പിന്നീട് നോക്കാം. നമുക്ക് അത് പോട്ടെ. ഓക്കെ, അത് ഞാനൊരു നിങ്ങൾക്ക് ഔട്ട് എങ്ങനെ വരും എന്ന് കാണിച്ചു തരാൻ വേണ്ടി സോഫ്റ്റ്വെയറിൽ ഒന്ന് കാണിച്ചു തന്നു. ഒരു എളുപ്പത്തിൽ എങ്ങനെ സെക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നുള്ളത് കാണിച്ചു തന്നു മാത്രം. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? 177. ഓക്കെ, കുറച്ച് കൗണ്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടല്ലേ? ഓക്കെ, ബോർ അടിച്ചോളുന്നുണ്ടോ ക്ലാസ്?